ഞാൻ ബൈ പ്രൊഫഷൻ ഒരു സൈക്കോളജിസ്റ്റാണ്. പഠിച്ചിരിക്കുന്നത് മനഃശാസ്ത്രമാണ്. എൻ്റെ സ്പെഷ്യലൈസേഷൻ ഫാമിലി കൗൺസിലിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ കുടുംബ പ്രശ്നങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം, എന്നിട്ടതെങ്ങനെ പരിഹരിക്കാം. സാധാരണ ഈ ശവപ്പെട്ടിക്കാരൻ കച്ചവടക്കാരൻ പ്രാർത്ഥിക്കുന്ന എന്നാന്നറിയാലോ അല്ലേ? പെട്ടി വിൽക്കണേ എന്ന് പറഞ്ഞോല്ലേ. ഞാനും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് എവിടെങ്കിലും 3-4 ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇന്ന് അടിയുണ്ടാക്കണേ, എന്നിട്ട് അവരെന്നെ കാണാൻ എൻ്റെ ക്ലിനിക്കിലെത്തണേ. എനിക്കൊരു ക്ലിനിക്കാണ്, കൗൺസിലിംഗ് ക്ലിനിക്കാണ്, കോട്ടയത്താണ്. പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും 3-4 പെൺപിള്ളേര് ആരുടെയിലും കൂടെ ഒളിച്ചോടി പോണേ, എന്നിട്ട് പോലീസുകാരത് പൊക്കി എൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവരണേ. അല്ല, എനിക്ക് പിള്ളേരെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. വീട്ടമ്മമാര് പോകുന്നതിന് ഞാൻ എതിരൊന്നുമല്ല. കാരണം കഴിഞ്ഞ 2025 2868 വീട്ടമ്മമാര് ഭർത്താവിനെയും പിള്ളേരെ ഇട്ടച്ച് കാമുകന്മാരുടെ കൂടെ ഒളിച്ചോടിപ്പോയി. അതുകൊണ്ട് എനിക്കിഷ്ടമാണ്, കാരണം അത്തരം കേസ് നമുക്ക് വരുമല്ലോ. അതിനകത്ത് ഞാൻ ദീപിക പത്രത്തിലാണ് ന്യൂസ് വായിച്ചത്. അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നു, അത്രയും ഭർത്താക്കന്മാരുടെ കഷ്ടകാലം, അല്ല നല്ല കാലം, കാമുകന്മാരുടെ കഷ്ടകാലം. എനിവേ, കുടുംബം ഒത്തിരിയേറെ മാറിപ്പോയി. ഒരു കാലത്ത് പാവനമെന്നും പവിത്രമെന്നും നമ്മൾ കരുതിയിരുന്ന പലതും ഇന്ന് പഴഞ്ചൻ ആശയങ്ങളായി മാറിപ്പോയി. ലിവിങ് ടുഗദർ എന്ന ആശയത്തിന് പോലും ഇന്ന് പച്ചക്കൊടി കാണിച്ചിരിക്കുന്ന, ഇഷ്ടമുള്ളവന്റെ കൂടെ താമസിക്കാൻ, ഇഷ്ടമുള്ളവളെ കൊണ്ട് പോകാൻ ആ അനുവാദം കിട്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഞാന് 1978 എൻ്റെ സൈക്കോളജി പഠനമൊക്കെ പൂർത്തിയാക്കി ഈ പണിക്കിറങ്ങിയത്. 78-80 കാലഘട്ടം എന്ന് പറയുന്നത് ഇങ്ങനെ കൗൺസിലിംഗ് എന്ന വാക്ക് പോലും ആർക്കും അറിയാൻ പാടില്ലാത്ത ഒരു കാലമാണ്. 47 years ബാക്ക് ഞാനിത് പഠിക്കാൻ പോയപ്പോ എൻ്റെ ചാച്ചൻ എന്നോട് പറഞ്ഞ, എന്നെ അഡ്വക്കറ്റ് ആകൊണ്ടാക്കിയതാ, ചാടി പോന്നതാണ്. അന്ന് എൻ്റെ ചാച്ചൻ എന്നോട് പറഞ്ഞു, മോളെ ഇത് പഠിച്ചിട്ട് നീ പച്ചരിക്കഞ്ഞി വെച്ച് കൊടുത്ത് നിന്റെ പിള്ളേരെ വളർത്തത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല ചാച്ചാ, നമ്മുടെ പറമ്പിൽ ഇഷ്ടം പോലെ കപ്പ നിപ്പുണ്ടല്ലോ, അത് പുഴുങ്ങി കാന്താരിമുളകും പൊട്ടിച്ചു കൊടുത്ത് ഞാനങ്ങ് വളർത്തിക്കോളാം. എന്നാലും ആരും കൈവെക്കാത്ത ഒരു മേഖല, അന്ന് കുറച്ച് അച്ഛന്മാരോ ആരെങ്കിലും അതുപോലെയുള്ള സന്യാസിനികളൊക്കെ മാത്രം കൈവച്ചിരുന്ന ഒരു മേഖലയിലേക്ക് കടന്നു വന്നയാളാണ് ഞാൻ. 78-80 കാലഘട്ടങ്ങളിൽ കുടുംബ പ്രശ്നങ്ങളിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് എന്നെ കാണാൻ വന്നതെല്ലാം സ്ത്രീകളാണ്. സ്ത്രീകളെന്ന് പറഞ്ഞാൽ 2 തരം സ്ത്രീകളാണ്. ഒന്ന് ഭീകരരൂപിയായ ഒരു അമ്മായിയമ്മ, അതിന്റെ മുന്നില് കുഞ്ഞാടിനെ പോലെ നിന്നിരുന്ന ഒരു പറഞ്ഞോ മരുമകള്. പഴയ കഥയാ, ഇപ്പൊ തിരിച്ചാ വരുന്നത്. ഭീകരരൂപിയായ മരുമകള്, അതിന്റെ മുന്നിൽ കുഞ്ഞാടായ അമ്മായിമാർക്കൊരു സന്തോഷായിട്ടല്ലേ. അതെ, 80-85 കാലഘട്ടങ്ങളില് എന്നെ തേടി വന്നിരുന്ന ഏറ്റവും കൂടുതൽ കേസുകള് മദ്യപാനം കൊണ്ട് തകർന്ന കുടുംബ ബന്ധങ്ങളും സ്ത്രീധന പീഡനങ്ങളും ഒക്കെ ആയിരുന്നു. പണ്ട് മദ്യപാനം എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ ആയിരുന്നില്ല. കുടുംബനാഥൻ മാത്രം മദ്യപിക്കുന്ന ഒരു രീതിയായിരുന്നു പണ്ടേ. വീട്ടിലുള്ള ലൊട്ടിലൊടുക്ക് സാധനങ്ങൾ വിറ്റുകുടിക്കുക, കുടുംബത്തിന്റെ അടിത്തറ വരെ മാന്തി കുടിക്കുക, താലിമാല വരെ വിറ്റുകൂടി പണയം വെച്ച് എന്നാ പണയം വെച്ച് പിള്ളേര് പറയുന്നു പണയം വെച്ചാ കുടിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ഈ ഭാഗത്ത് അത്ര കുഴപ്പമുണ്ടോ? ഈ കൊല്ലം ഭാഗത്തൊക്കെ ഇല്ലല്ലേ? ഇവിടൊക്കെ എങ്ങനെയാണാവോ? അല്ല, ഞാൻ കോട്ടയത്തെ പറയാം. കോട്ടയത്തെ ഞാൻ പറഞ്ഞുതരാം. അല്ല, ഇവിടൊക്കെ എങ്ങനെയാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് ചോദിച്ചാ. ഞങ്ങളുടെ ഇവിടൊക്കെ എങ്ങനെയാന്ന് ചോദിച്ചാൽ, വീട്ടുകാരൻ മേടിച്ചോണ്ട് വരും, ഗ്ലാസും വെള്ളം എടുത്തോണ്ട് വാടിയെന്ന് പറയും. അങ്ങനെ ഗ്ലാസും വെള്ളം കൊണ്ട് കൊടുക്കുമ്പോ തൊട്ട് നോക്കാൻ വല്ലതും ഉണ്ടോടിയെന്ന് ചോദിക്കും. അച്ചാറാണേലും മതിയെന്ന് പറയും. ഒരു കൂട്ടായ്മയുടെ അനുഭവമായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ അങ്ങനൊന്നും ഇല്ലല്ലേ?
അപ്പൊ എനിക്ക് മനസ്സിലായി യാതൊരു പരിഷ്കാരവും ഇല്ലാത്ത ആൾക്കാരാ. അതെനിക്ക് മനസ്സിലായി. ഞങ്ങള് കോട്ടയംകാരെന്ന് പറഞ്ഞാല് നിങ്ങൾക്കറിയാൻ മേല, ഞങ്ങള് പരിഷ്കാരികളാണ്. അറിയാമല്ലോ, അക്ഷര നഗരി ഇതൊക്കെയാ ഞങ്ങളുടെ അവിടെ ഞങ്ങളെ വിളിക്കുക. അപ്പൊ ഞങ്ങളുടെ അവിടെ എങ്ങനെയാന്ന് ചോദിച്ചാല്, ഭാര്യ ഭർത്താക്കന്മാര്, ന്യൂ ജനറേഷൻ കേട്ടോ, പുതിയ തലമുറ ഒരുമിച്ച് പബ്ബുകളിൽ പോവാറുണ്ട്, ബാറുകളിൽ പോവാറുണ്ട്, അവരൊരുമിച്ചിരുന്ന് കഴിക്കാറുണ്ട്. വീടുകളിലാണേലും ഭാര്യയും ഭർത്താവും കുടുംബവും ഒരുമിച്ച് ഫെലോഷിപ്പ് നടത്താറുണ്ട്. പക്ഷെ സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടം വോഡ്കയാണ്. സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടം, ഞങ്ങളുടെ അവിടുത്തെ കാര്യമാണ് പറഞ്ഞേ, വോഡ്കയാണെന്നാണ് എൻ്റെ ഒരറിവ്. ഈ സ്കൂൾ ഇയർ അവസാനിച്ചപ്പോഴ് ഒരു 3-4 സ്കൂളുകളിൽ നിന്ന് കുട്ടികള്, ആൺകുട്ടികളല്ല പെൺകുട്ടികള്, കള്ളടിച്ച് ബോധമില്ലാതെ നടത്തിയ പരിപാടികളുമായിട്ട് എന്നെ സമീപിക്കുകയുണ്ടായി. ഒരു സ്കൂളിൽ നിന്ന് ടൂർ കൊണ്ടുപോയി, ബാംഗ്ലൂർ, മൈസൂർ, ഊട്ടി. 8, 9, 10 ക്ലാസ്സിലെ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂള്. അതിൽ 16 കുട്ടികൾ കുപ്പി കരുതിയാ പോയത്, പെൺകുട്ടികൾ. ബാംഗ്ലൂരില് ഒരു ഹോട്ടലിൽ റൂം എടുത്തു. 5 പേര് വീതം ഓരോ റൂമിലായിരുന്നു. അതിലൊരു റൂമിലുണ്ടായിരുന്ന 5 പേരിൽ ഒരുത്തി അടിച്ചത് ഇച്ചിരി കൂടിപ്പോയി. അവൾ ഉടനെ തന്നെ അതെടുത്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തു, ഹായ് ഗായ്സ്, വി ആർ ഇൻ ബാംഗ്ലൂർ എന്നൊക്കെ പറഞ്ഞ്. നാട്ടിലിരുന്ന ആരോ അധ്യാപകരത് കണ്ട് പ്രിൻസിപ്പലിനെ അറിയിച്ച് അങ്ങനെ വന്ന കേസാ. പ്രിൻസിപ്പൽ എന്നെ വിളിച്ചു, ഈ 16 കുട്ടികളെ പേരൻസിനെ കൂട്ടി ഞാൻ വിടുന്നുണ്ട്, ഗ്രേസ് ഒരു കാര്യം ചെയ്യുക, അവരെ കൗൺസിലിംഗ് നടത്തി എനിക്കൊരു റിപ്പോർട്ട് തരണം, എന്നിട്ടേ ഞാൻ ക്ലാസ്സിൽ കയറ്റത്തുള്ളൂ. അങ്ങനെ വിട്ടതാ. ഞാൻ ഇവരെ എല്ലാവരെയും തന്നെ കണ്ടു. പക്ഷെ അതില് ഒരു പെൺകുട്ടി അപ്പനും അമ്മയുമായി എന്നെ കാണാൻ വന്നു. അവര് കാണാൻ വന്ന് ഞാൻ അവരുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ട് നേരെ ഇരുന്നുകൊണ്ട് ഈ പെൺകുട്ടിയുടെ അപ്പനോട് ചോദിച്ചു, നമ്മുടെ മകൾ ചെയ്ത തെറ്റെന്താണെന്ന് മനസ്സിലായോ? ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കും. നമ്മുടെ മകൾ, ഞാൻ ചോദിച്ച ചോദ്യം നമ്മുടെ മകളെന്ന, നിങ്ങളുടെ മോളെന്നല്ല. അത് ചോദിക്കാൻ കാരണം ഞാൻ കല്യാണം കഴിച്ചയാളാ. കല്യാണം കഴിഞ്ഞിട്ട് 52 വർഷങ്ങളായി. എനിക്ക് 4 പേരക്കുട്ടികളുണ്ട് എൻ്റെ കൂട്ടത്തില്. മൂത്ത കുട്ടി ഡിഗ്രി ഫൈനൽ ഇയർ ആണ്, രണ്ടാമത്തെ കുട്ടി +2 കഴിഞ്ഞു, ഡിഗ്രി ചേരാൻ പോവുകയാണ്, മൂന്നാമത്തെ കുട്ടി 10ാം ക്ലാസ്സിലാണ്, നാലാമത്തെ കുട്ടി 5ാം ക്ലാസ്സിലാണ്. ഇത്രയും പേരെന്റെ ചുറ്റിനുമുണ്ട് എല്ലാ ദിവസവും. അതുകൊണ്ടാണ് മനസ്സിൽ നമ്മുടെ മകൾ എന്ന് ഞാൻ പറഞ്ഞത്. ഉടനെ അപ്പൻ എനിക്ക് തന്ന മറുപടി എന്നറിയാം, എന്റെ മോള് ധ്യാന കേന്ദ്രത്തിലൊന്നും പോയതല്ല, എന്റെ മോളെ ഞാൻ പ്രാർത്ഥനയ്ക്കൊന്നും വിട്ടതല്ല, ടൂറ് പോയതാ, അവൾ എൻജോയ് ചെയ്യാൻ പോയതാ, ഞാൻ കൊടുത്തു വിട്ടതാ. ആർക്കായി ഇത്ര സൂക്കേട്? ന്യൂ ജനറേഷൻ അപ്പന്മാര്. കഴിഞ്ഞ ദിവസം വന്ന് ബിആർക്ക് പഠിക്കുന്ന ഒരു പെണ്ണാണ് മൂവാറ്റുപുഴയില്. പബ്ബില് ബാറില് ആമ്പിള്ളേരുടെ കൂടെ അവരുടെ ഒപ്പം കുടിക്കും. അങ്ങനെ അവൾ ഇപ്പൊ ഒരു ചെറിയ സസ്പെൻഷനില്ല. അങ്ങനെ വന്നപ്പോ അമ്മയോട് ഞാൻ ചോദിച്ചു, മകൾ എന്ന് തുടങ്ങിയെന്നു, എവിടെ തുടങ്ങിയെന്നു അറിയാവോ? അറിയാം, അത് ചെറുപ്പം മുതലേ പപ്പ കൊടുത്ത് പഠിപ്പിച്ചതാ. ചെറുപ്പം മുതലേ പപ്പ എപ്പ എടുക്കുന്നോ അപ്പോഴൊക്കെ മോക്ക് ഇത്തിരി കൊടുത്തു. പപ്പ എന്നോട് പറഞ്ഞ എന്നാന്ന് ചോദിച്ചാൽ പുറത്തു പോയി കഴിക്കാതിരിക്കാൻ അകത്ത് കൊടുത്തതാന്നാ പറഞ്ഞു. അതുകൊണ്ട് ആരോടെ എന്താ സംസാരിക്കേണ്ടതെന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. പിള്ളേരോടാണോ സംസാരിക്കേണ്ടത്? മാതാപിതാക്കളോടാണോ ഇത് സംസാരിക്കേണ്ടത്? കുട്ടികൾ, ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറുക്കൻ പെണ്ണ് കാണുക. ചെറുക്കന് അബുദാബിയില് ബിടെക് MBA കഴിഞ്ഞ് ജോലി ചെയ്യുക. പെണ്ണ് കാണുമ്പോഴ് പെണ്ണ് കാനഡയിലാണ്. അവള് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ ഒരു കോഴ്സ്, 4 വർഷത്തെ ഒരു കോഴ്സിന് പോയി അവിടെ പഠിക്കുകയായിരുന്നു. 1 വർഷം പഠിച്ചിട്ടുള്ളൂ, അത് കഴിഞ്ഞ് പഠിച്ചിട്ടൊന്നുമില്ല. അവൾ അതിലെ വെള്ളമൊക്കെ അടിച്ച് നടക്കുക. ഇവൻ പെണ്ണ് കാണാൻ വിളിക്കുമ്പോ കാനഡയിലെ ഒരു പാർക്കിലെ ഒരു ബെഞ്ചില് ഇവൾ അടിച്ചു കോൺ തെറ്റിക്കിടക്കുക. ഇവൻ വിളിച്ചപ്പോൾ ചേട്ടായി ഇന്നിച്ചിരി കൂടിപ്പോയി, ചേട്ടായി നമുക്ക് നാളെ പെണ്ണ് കാണുന്നതിന് വിരോധമുണ്ടോ? ചേട്ടായി പറഞ്ഞു, ഒരു വിരോധവും ഇല്ല, നമുക്ക് നാളെ കാണാം. കാരണം ചേട്ടായി അതിലും വലിയ തണ്ണിപ്പാട്ടിയാ.
ഇപ്പൊ ഇവിടെ എന്റെ അടുത്ത് വരുന്ന ഭർത്താവ് ഭാര്യയെ തല്ലിയെന്നോ കള്ളു കുടിച്ചേച്ച് വന്ന് കഞ്ഞിക്കലത്തിൽ മൂത്രം ഒഴിച്ചെന്നോ എന്നുള്ള കേസല്ല. എനിക്ക് വരുന്നൊക്കെ എന്റെ ഉറക്കം കെടുത്തുന്ന കേസുകളാണ്. കഴിഞ്ഞ ദിവസം ഒരു പെണ്ണ്, അവള് 10ാം ക്ലാസ്സിൽ ഫുൾ A+, 12ാം ക്ലാസ്സിൽ 1200 ബിടെക്കിന് 3rd റാങ്ക് ഇൻ യൂണിവേഴ്സിറ്റി, M.Tech-ന് 7th റാങ്ക് ഇൻ യൂണിവേഴ്സിറ്റി. കേരളത്തിൽ ഒരിടത്ത് 2,35,000 രൂപ സാലറിയിൽ അവൾ ഇന്ന് ജോലി ചെയ്യുക. അവൾക്കൊരു കല്യാണാലോചന വരുന്നു. ഇടുക്കി ജില്ലക്കാരനാ. അവൻ ഓസ്ട്രേലിയയിലെ അഡലൈഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പെട്രോളിയം എഞ്ചിനീയറിംഗിൽ MS എടുത്ത പയ്യനാ. ഇവരിങ്ങനെ ആലോചന മാട്രിമണി വന്നു. ഇവർക്ക് രണ്ടുപേർക്കും സംസാരിക്കാൻ വീട്ടുകാർ അവസരം കൊടുത്തു. 8 മാസത്തോളം സംസാരിച്ചു. കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ 5-6 മാസമായുള്ള കല്യാണം കഴിഞ്ഞിട്ട് വിവാഹമോചനത്തിന് ഏറ്റുമാനൂർ ഒരു കുടുംബ കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസാണ്. അപ്പൊ അത് ചെയ്യുന്ന വക്കീല്, ഒരു സിബി വിട്ടൂർ എന്ന് പറയുന്ന വക്കീൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഗ്രേസിജി, രണ്ടുപേരും ഹൈലി ക്വാളിഫൈഡ് ആണ്, രണ്ടുപേരും ഒന്നാം തരം ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ ജനിച്ചു വളർന്ന പിള്ളേരാണ്, നല്ല സാലറി ഉണ്ട്, എല്ലാം ഉണ്ട്, പിരിക്കാതിരിക്കാൻ ഒന്ന് നോക്കാവോ? നോക്കാം. സിബിങ് വിടാൻ പറഞ്ഞു. എന്റെ ജോലി ഇതാണ്, പിരിക്കാതിരിക്കാൻ നോക്കുക. അപ്പോഴ് ഞാനിങ്ങനെ ഈ പേര് രജിസ്റ്റർ ചെയ്തു. അവന്റെ പേര് ഞാൻ രജിസ്റ്റർ ചെയ്തു. അത് കഴിഞ്ഞ് മോടെ പേര്, എന്റെ പേര് അനു, വയസ്സ് 32. ഞാനിങ്ങനെ രജിസ്റ്റർ ചെയ്ത് ഇരിക്കുന്നതിനിടയിൽ കുനിഞ്ഞിരുന്ന് എഴുതിക്കൊണ്ട് തന്നെ ഞാൻ ചോദിച്ചു, അനു, നീ ആൽക്കഹോൾ ഉപയോഗിക്കുവോ? ഉടനെ അവള് പറയുകയാണ്, ഞാൻ അടിക്കുമെന്ന് പണ്ട് ഇവനോട് പറഞ്ഞതാണല്ലോ. ഞാൻ ചോദിച്ചതിന് വന്ന മറുപടിയാ ഞാൻ പറയുന്നത്. ഞാൻ അടിക്കുമെന്ന് പണ്ട് ഇവനോട് പറഞ്ഞതാണല്ലോ. ഞാൻ എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പിപ്പോയി. അനു, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായി. കാരണം കൂലിവേലക്കാര്, ടാപ്പിംഗ് തൊഴിലാളികള്, ചുമട്ടു തൊഴിലാളികള്, ഡെയിലി വേജസിന് വേണ്ടി പണിയുന്ന പാവം മനുഷ്യന്മാര്, അവർക്ക് കിട്ടുന്ന ഡെയിലി വേജസായി 1000-ഓ 1200 രൂപയ്ക്കകത്ത്, ചിലപ്പോൾ 500-800 രൂപയ്ക്കകത്ത് നിന്ന് അവരൊരു ഷെയർ ഇട്ട് ഒരു കുപ്പി വാങ്ങി അടുത്ത മാടക്കടയുടെ മറവിലോ മരച്ചോട്ടിലോ പോയിരുന്ന് അടിക്കും. അതവരുടെ ഭാഷയാണ്. ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതല്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മാതാപിതാക്കളും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വഷളായ ഒരു തലമുറ ഇവിടെ നമ്മുടെ പുറകെ വന്നുകൊണ്ടിരിക്കുക. എവിടെ പിടിച്ച് ആരെ ശരിയാക്കും എന്നുള്ളത് ചിലപ്പോഴൊത്തിരി വേദനയോടെ ഞാൻ ഇരുന്ന് ചിന്തിക്കാറുണ്ട്. അതേപോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ എനിക്ക് 85-90 കാലഘട്ടത്തില് സ്ത്രീധന പീഡന കേസുകൾ വന്നിട്ടുണ്ട്. പണ്ട് സ്ത്രീധന പീഡനം ഒന്നും പറഞ്ഞ എന്നെ കാണാൻ വന്നൊക്കെ പാവപ്പെട്ട പെൺപിള്ളേരാ. 5000 രൂപയ്ക്ക് വേണ്ടി, 5 പവന് വേണ്ടിയൊക്കെയുള്ള കേസുകളാ. പക്ഷെ ഇപ്പൊ എനിക്ക് ഈ ദാരിദ്ര്യം പിടിച്ച ഒരു കേസ് പോലും ഇല്ല. എല്ലാം തന്നെ ലക്ഷങ്ങളുടെയും കോടികളുടെ ഇടപാടുകളാ. 2.5 കോടിയുടെ 1.5 കോടി. ഇപ്പൊ ഞാൻ ചെയ്യുന്നൊരു കേസുണ്ട്. 2.5 കിലോ സ്വർണം, 50 ലക്ഷത്തിന്റെ ഡയമണ്ട്, പിന്നെ ഒരു BMW കാർ. അത് ചെറുക്കന് കൊടുത്താന്നാ പറഞ്ഞ. പെണ്ണിന് കൊടുത്ത കിയായുടെ ഒരു സോനറ്റ് എന്ന് പറഞ്ഞൊരു കാറ്, പിന്നെ നെല്ലിയാമ്പതിയിൽ 100 ഏക്കർ തോട്ടം. അത്രേ ഉള്ളൂ. എനിക്കിഷ്ടാ ഇത്തരം കേസ് വരുന്നത്. ഇത്തരം കേസ് വരുമ്പോ നമുക്ക് ഫീസ് വാങ്ങിക്കാനേ അല്ല, ബുദ്ധിമുട്ടേണ്ട കാര്യമുണ്ടോ? കുറ്റബോധത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. ഇത് എനിക്കൊരു വക്കീല് എറണാകുളം ഹൈക്കോടതിയിൽ നിന്ന് വിട്ടതാ. ആ വക്കീൽ എന്നോട് പറഞ്ഞു, പുള്ളി മേടിക്കാവുന്നിടത്തോളം മേടിച്ചു, ഇനി ചേച്ചിയുടെ ഊഴ മേടിച്ചോളാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് ഇത്ര 3 കേസ് കിട്ടാമെങ്കിൽ എനിക്ക് അന്തസ്സായിട്ട് പിള്ളേരെ നോക്കാം. മനസ്സിലായോ? പക്ഷെ ഞാൻ ഒരു കാര്യം പഠിച്ചതെന്നറിയോ? മനുഷ്യന്റെ പ്രശ്നം ദാരിദ്ര്യമല്ല, പട്ടിണിയല്ല, ഇല്ലായ്മയല്ല, ധാരാളിത്തമാണ്. അബൻഡൻസ്, നോട്ട് സ്കേഴ്സിറ്റി. അതിന്റെ പേരിലുള്ള കേസുകൾ. പിന്നെ 90കളില് പ്രേമവിവാഹങ്ങള്, അവയുടെ പരാജയങ്ങള്, വല്ലപ്പോഴും ചില ഇന്റർകാസ്റ്റ് മാരേജസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പണ്ട് പ്രേമം പാപമായിരുന്നല്ലോ. അല്ല, ഞാൻ തിരുമേനിയൊക്കെ ആണല്ലോ തീരുമാനിക്കുന്നത് ഇതിന്റെ. അല്ല, പണ്ട് പാവമല്ല. എനിക്കറിയില്ല. എന്റെ ചെറുപ്പത്തില് എൻ്റെ അമ്മ അപ്പ എന്നെ പഠിപ്പിച്ചത് പാവമാണെന്നാ. കാരണം ഞാൻ വളർന്ന ഒരു വലിയ തറവാട്ടിലാണ്. പൗവത്തിൽ തിരുമേനിയുടെ തറവാട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്.
എൻ്റെ അമ്മയുടെ ആംഗ്ലയുടെ മോൻ ആലഞ്ചേരി പിതാവ്. അപ്പൊ 2 ബിഷപ്സ് അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്, അമ്മ വീട്ടിലും അപ്പം വീട്ടിലും ഉണ്ട്. ഞാൻ ജനിച്ചു വളർന്ന കാലഘട്ടത്തില്, അതായത് 73, അപ്പൊ ഞാൻ ജനിച്ചു വളർന്ന കാലഘട്ടത്തില് പ്രേമിച്ചാൽ കുരിശ് പിടിച്ചോണ്ട് നിന്ന് കുർബാന ചൊല്ലാനുള്ള പണിഷ്മെന്റ് കൊടുത്തിരുന്നു പള്ളിയിൽ. അത് വേറൊന്നിനല്ല, പിള്ളേരെല്ലാം ഇങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി കൊടുത്തൊരു പനിഷ്മെന്റാണ്. അപ്പൊ എൻ്റെ അമ്മ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അതൊന്നും പാടില്ല. പക്ഷേ അന്ന് പ്രേമം പാവം. ഇപ്പൊ പ്രേമം പാവമാണോ? അല്ല, അത് പാവമല്ലാതെ ആക്കി അല്ലേ? ഇപ്പൊ അങ്ങനെ പ്രാവൊന്നുമല്ല. ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ളവരൊക്കെ കല്യാണം കഴിക്കാമല്ലോ. അതെ, ഞാൻ പറയാൻ കാരണം എന്നാ വെച്ചാല് ജാതി പ്രശ്നമല്ല, മതം പ്രശ്നമല്ല, വിശ്വാസം പ്രശ്നമല്ല, പ്രായം പ്രശ്നമല്ല, ജോലി പ്രശ്നമല്ല. എനിക്ക് വരുന്ന എന്നൊക്കെ ഈടെ വന്നിരിക്കും 29 വയസ്സുള്ള ചെറുക്കൻ 65 വയസ്സുള്ള പെമ്പർനോദ്യം പിടിച്ചോണ്ട് കല്യാണം കഴിക്കാൻ. 29 വയസ്സുള്ള ചെറുക്കൻ ഓർത്തഡോക്സാ, 69 വയസ്സുള്ളത് മുസ്ലിമാ. അല്ല, ഇപ്പൊ അങ്ങനെ വല്ലതും ഉണ്ടല്ലേ? പ്രായമൊന്നും ഒരു ഘടകമൊന്നുമല്ല. രസം എന്നാ പറയാ, ഇവൻ എഞ്ചിനീയറിങ്ങിന് പഠിക്കാനായിട്ട് കോട്ടയത്ത് ഒരു കോളേജില്, എഞ്ചിനീയറിംഗ് കോളേജിൽ വരുന്നു. കോളേജ് തുറക്കുന്ന ആദ്യത്തെ ദിവസം ഇവൻ ഇങ്ങനെ കോളേജൊക്കെ കണ്ട് കോളേജിന്റെ വാതിൽക്ക് നിൽക്കുമ്പോൾ ഒരു അമ്മയും മോളും കൂടെ കോളേജിലേക്ക് വരികയാണ്. അമ്മ വന്ന് ചോദിക്കുന്നു, മോനെ എവിടെയാടാ ഇതിന്റെ ഓഫീസും കാര്യങ്ങളും ഒക്കെ? ബാമ്മ ഞാൻ കാണിച്ചു തരാം. അമ്മേനെ കൊണ്ട് കാണിച്ചു കൊടുത്തു. ഫീസൊക്കെ അടച്ചു, കാര്യങ്ങളൊക്കെ, അവൻ ചായയൊക്കെ മേടിച്ചു കൊടുത്തു, ഉഴുന്നുവടയൊക്കെ മേടിച്ചു കൊടുത്തു. അപ്പൊ അമ്മ ചോദിച്ചു, മോനെ നീ ഏത് ഗ്രൂപ്പാ? ഞാൻ EEE, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ്. അയ്യോ, ഇവളും അത് തന്നെയാ. എടാ മോനെ ഒന്ന് നോക്കിക്കോണേ എടാ. ഞാൻ ഏറ്റു, അമ്മ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ഏറ്റെന്ന് പറഞ്ഞു, അമ്മ പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ അമ്മയുടെ നമ്പർ ഇങ്ങ് തരാൻ പറഞ്ഞു. അങ്ങനെ അമ്മയുടെ നമ്പർ വാങ്ങിച്ചു. അവളെ നോക്കാവുന്നുള്ള അവൻ കൊടുത്ത വാക്ക് അക്ഷരം പ്രതി അവൻ പാലിച്ചു. അവർ രണ്ടുപേരും നന്നായി പഠിച്ചു. അവളിപ്പോ ഇൻഫോസിസിൽ വർക്ക് ചെയ്യുകയാണ്. അവൻ മസ്കറ്റിന് പോയി 4 വർഷം ജോലി ചെയ്തു. അവളെ കെട്ടിച്ചു. അവളെ നോക്കാന്നല്ലേ പറഞ്ഞേ. പക്ഷേ ആ 4 വർഷം കൊണ്ട് ആ അമ്മയും ഈ ചെറുക്കനും തമ്മില് പ്രണയത്തിലായി. ഭയങ്കര പ്രേമം, തീവ്രമായ പ്രേമം. ഇപ്പൊ കല്യാണം കഴിക്കാൻ വന്നിരിക്കുക. അപ്പനൊരു അധ്യാപകനായിരുന്നു, ഒരു LP സ്കൂൾ അധ്യാപകൻ. അവന്റെ അമ്മയ്ക്ക് 58 വയസ്സേ ഉള്ളൂ. 2 ചേട്ടന്മാരും അമ്മയും അപ്പനും ഇവനും കൂടാണ് എൻ്റെ അടുത്ത് വന്നത്. മറ്റേ സാധനം പുറകെ വന്നായിരുന്നു കേട്ടോ. ഞാനത് പോലീസ് കേസാക്കേണ്ടി വന്നു. അല്ലാതെ ഞാൻ നോക്കിയിട്ട് ഒരു മാർഗവും ഇല്ല. ഇവൻ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞ എടാ ചെറുക്ക 65 പെട്ടെന്ന് ചത്തുപോവും, നടക്കില്ല. പ്രായം പ്രശ്നമല്ല, ജാതി പ്രശ്നമാണ്. ഞാൻ പ്രീ മാരേജ് കോഴ്സിന് ക്ലാസ് എടുക്കുന്നയാളാ, എല്ലാ സഭയുടെയും എല്ലാ മതത്തിന്റെയും. അപ്പൊ ഞാന് ഈയിടെ ഒരു കത്തോലിക്ക സഭയുടെയാ പ്രീ മാരേജ് കോഴ്സിന് 127 കുട്ടികൾ അവിടെ ധ്യാനിക്കാൻ പ്രാർത്ഥിക്കാൻ വന്നതില് 13 പേര് കൊണ്ടുവന്നിരുന്ന അന്യമതസ്ഥരെയാണ്. അച്ഛൻ എന്നോട് പതുക്കെ എന്റെ ചെവിയിൽ പറഞ്ഞു, ഗ്രേസ് ചേച്ചി എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഞാൻ പറഞ്ഞു, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. നമ്മൾ തന്നെയല്ലേ പറഞ്ഞു പഠിപ്പിച്ചത്? നമ്മൾ തന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ട് ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? പഴയ പാരമ്പര്യമുള്ള പല കത്തോലിക്ക കുടുംബങ്ങളിലും പല ക്രിസ്ത്യൻ ഭവനങ്ങളിലും എല്ലാവരും നുഴഞ്ഞു കയറിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെയാണ് പഠിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ജോലിക്കായി പോകുമ്പോഴിതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ മാറുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, പണ്ടത്തെ ഒരു കല്യാണം, ഞാനാണ് 3 പ്രാവശ്യം കണ്ട ഒരു മനുഷ്യൻ്റെ കൂടെ ഈ 52 വർഷമായിട്ട് ജീവിക്കുന്ന ഒന്ന് പെണ്ണ് കാണാൻ വന്നല്ലോ. പിന്നെ ഞാൻ കണ്ടത് എൻഗേജ്മെന്റിനാ. എനിക്കിപ്പോഴും സംശയമുണ്ട്, പെണ്ണ് കാണാൻ വന്ന പുള്ളി തന്നെയാണോ എൻഗേജ്മെന്റിന് വന്നതെന്ന്. അത് അന്ന് സംശയവാ, ഇന്ന് സംശയ. കാരണം ഞാൻ അത്ര കണ്ടുള്ളായിരുന്നു. കാപ്പി കൊണ്ട് കൊടുക്കാൻ പറഞ്ഞ് കാപ്പി കൊണ്ട് കൊടുത്തേച്ച് ഞാൻ പോന്നു. അവിടെ കുറെ പേരിരുന്നു. ഇതിൽ ഏതോരെണ്ണം ചെറുക്കനാന്ന് എനിക്കറിയാം. എൻഗേജ്മെന്റിന് പള്ളിയിലേക്ക് കയറി പോകുമ്പോ എന്റെ ചാച്ചന്റെ ഇളയ പെങ്ങൾ എന്നോട് പറഞ്ഞു, കണ്ട ചെറുക്കനാ നിൽക്കുന്നത്, നീ നോക്കോ. ഞാൻ പറഞ്ഞു, അയ്യോ ഈ ചെറുക്കനാണോ എന്നെ കാണാൻ വന്നതെന്ന് ചോദിച്ചു. ആന്റി ഒരു പിച്ച് തന്നിട്ട് പറഞ്ഞു, മിണ്ടാതടി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഓർത്തു ചെറുക്കനാണല്ലോ എന്ന് ഓർത്തു. പിന്നെ കല്യാണത്തിന് ഇനി ഞാൻ നോക്കി വെച്ചല്ലോ, എൻഗേജ്മെന്റ് നോക്കി വെച്ചല്ലോ. അതുകൊണ്ട് ഒത്തു കിട്ടി, അത് തന്നെയാ വന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ കെട്ടിയോനോട് ചോദിക്കും, നിങ്ങൾ തന്നെയാണോ എന്നെ കാണാൻ വന്നത്? അത്രേ ഉള്ളൂ. 3 പ്രാവശ്യം. ആ മനുഷ്യന്റെ കൂട്ടത്തിൽ ഇനി ഒരു 50 വർഷം കൂടെ വേണേ ഞാൻ ജീവിക്കാം. പക്ഷേ
എനിക്കിപ്പോ വരുന്ന കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോൾ, 4 മാസം കഴിയുമ്പോൾ, 6 മാസം കഴിയുമ്പോൾ 10ഉം 11ഉം വർഷം പ്രണയിച്ച് കല്യാണം കഴിച്ചവര്, 5ഉം 6ഉം വർഷം പ്രണയിച്ച് കല്യാണം കഴിച്ചവര് വിവാഹമോചനത്തിന് വേണ്ടി വരുന്നു. എന്താണ് നമ്മുടെ കുടുംബങ്ങളുടെ അവസ്ഥ എന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. ഈയിടെ ഒരു ജേർണലില് ഞാൻ വായിച്ചു, ഇവിടെ കേരളത്തില് 1.5 ലക്ഷം കല്യാണങ്ങൾ ഒരു വർഷം നടക്കുന്നുണ്ട്. 1.5 ലക്ഷം, എല്ലാം കൂടെ 1.5 ലക്ഷം കല്യാണങ്ങളിൽ 30% ഭാര്യ ഭർത്താക്കന്മാരെ ചൊവ്വനര ജീവിക്കുന്നുള്ളൂ. അവരുടെ കണക്കനുസരിച്ച് ബാക്കി 70-ല് ഒരു 20 to 25 മ്യൂച്വൽ ഡിവോഴ്സിന് കുടുംബ കോടതിയെ സമീപിക്കുന്ന കേസുകളാണ്. ബാക്കി ഒരു 20 to 25-നകത്ത് അവര് പറയുന്നത് കോമ്പൻസേഷന് വേണ്ടി വഴക്ക് പിടിക്കുന്ന കേസുകളാണ്. ഇനി ബാക്കി അവര് പറയുന്നത് സൈലന്റ് ഡിവോഴ്സസ്. ഞാനും പറയും സൈലന്റ് ഡിവോഴ്സസ് അതിൽ കൂടുതൽ ഇവിടെ നടക്കുന്നു. സൈലന്റ് ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ യാതൊരു ബന്ധവും ഇല്ലാതെ ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവിക്കുന്നുണ്ട്. പിറമേ എല്ലാം ഭദ്രമാണ്, വലിയ വീട്, കാറ്, സൗകര്യങ്ങള്, മതില് എല്ലാം ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ ഭാര്യയോട് മിണ്ടാത്ത ഭർത്താവ്, ഭർത്താവിനോട് മിണ്ടാത്ത ഭാര്യ, മേളത്തെ നില കിടക്കുന്ന ഭർത്താവ്, താഴത്തെ നില കിടക്കുന്ന ഭാര്യ. കഴിഞ്ഞ ദിവസം ഒരു ഭാര്യയും ഭർത്താവും കൂടെ എനിക്ക് വന്നു. അവര് ഭയങ്കര അടിയാണ്, പിരിയാൻ. അവർ 2 പെൺപിള്ളേരായിരുന്നു, 2നെയും കിട്ടിച്ചു. ഇനിയും വിവാഹമോചനം വേണമെന്ന് പറഞ്ഞ. അതിനിടയ്ക്ക് ഞാൻ ചോദിച്ചു, ഇനി ഈ അവസാന കാലത്ത് വിവാഹമോചനം എന്തിനാ? നമുക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള വഴി നോക്കുന്ന പറയാം. എന്നാണേലും എനിക്ക് അയാളെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ചത്താലും. പറഞ്ഞു ചത്തു കഴിഞ്ഞപ്പോ എങ്ങനാ? ഞങ്ങള് 2 കല്ലറ വാങ്ങിച്ചു. അതിയാന് വേറെ കല്ലറ, എനിക്ക് വേറെ കല്ലറ. മനസ്സിലായോ? ചത്താ പോലും ഇതിയോനെ എന്റെ പുറത്തിടരുത്. ചത്താ പോലും എന്റെ പുറത്തിടരുത്. എന്നെ വാശ് ചെയ്യാന്ന് ആലോചിച്ചൊക്കെ. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ചാകുമെന്നും കല്ലറയിൽ ഇടുമെന്നും? കാരണം ഇവര് വന്ന ദിവസം തൃശ്ശൂർ വെടിക്കെട്ട് മരണം നടന്ന ദിവസമാണ്. ഞാൻ പറഞ്ഞു, മനുഷ്യന്മാര് മരിച്ചിട്ട് കൈയില്ല, കാലില്ല, തലയില്ല, ഒന്നുമില്ല, ചെതറിപ്പോയി, കത്തിപ്പോയി, ഇല്ലാതായി പോയി. നിങ്ങൾക്കറിയാവോ നിങ്ങളെ മുഴുവത്തോടെ കൊണ്ട കുഴി വെക്കുമെന്ന്? നിങ്ങൾക്ക് എന്താ ഇത്ര ഉറപ്പ്? വാശിയാണ്. അതെ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വാശി കൂടുന്നു. പെറമ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പെറമ എല്ലാം ഭദ്രാണ്. ഒരു വീട്ടിൽ, കാഞ്ഞിരപ്പള്ളിയിൽ ഒരു വീട്ടിൽ 3 കഞ്ഞിയാണ്. അമ്മ തന്നെ ഒരു കഞ്ഞി, അത് അടുക്കള. മൂത്ത മകനും ഭാര്യയും മേളത്തെ നിലയിൽ ഇൻഡക്ഷൻ കുക്കറൊക്കെ വെച്ച് വേറെ കഞ്ഞി, വേറൊരു മകനും ഭാര്യയും വേറൊരു മുറിയിൽ കഞ്ഞി. അപ്പൊ ഇവര് പക്ഷെ ഈ 3 പേരും ഈ ഒരു കല്യാണമൊക്കെ വിളിച്ച ഒരു ഇന്നവയെ കയറി പോന്ന കണ്ടാ ഉണ്ടല്ലോ, ഇത്ര യോജിപ്പുള്ള കുടുംബം പിന്നെ ആ നാട്ടിലില്ലെന്ന് തോന്നുന്നു. അഭിനയിക്കുന്നു. നിങ്ങളും ഞാനുമൊക്കെ അഭിനയിക്കാൻ പഠിച്ചിരിക്കുന്നു. അതെ പ്രിയപ്പെട്ടവരെ, ഒരാത്മ പരിശോധനയുടെ ദിവസമാണ് ഈ കുടുംബദിനം എന്ന് പറയുന്നത്. ആഘോഷിക്കുമ്പോൾ മനസ്സിൽ വരേണ്ടത്, നമ്മൾ ഇതിൽ ഏത് കൂട്ടത്തിൽ പെടും? ആദ്യത്തെ 30-ൽ പെടുവോ, അതോ അവസാനത്തെ 25-ൽ പെടുവോ? നിങ്ങൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഒരു കാലത്ത് നമ്മുടെ കുടുംബം പാരമ്പര്യങ്ങളുടെ ഒരു യൂണിറ്റ് ആയിരുന്നു. എന്നാ അറിയില്ലേ, ഞാൻ ഇന്നിടത്തെ ഇന്ന ആളിന്റെ മോളാണെന്നാണ് ഞാൻ എന്നെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തിയത്. കുറെ കഴിഞ്ഞപ്പോ ഞാൻ പറയാൻ തുടങ്ങി, ഞാൻ ഇന്നയാളിന്റെ ഭാര്യയാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ഇവരുടെ ആരുടെയും കെയർ ഓഫ് വെക്കാറില്ല. എന്റെ അഡ്രസ്സിലാണ് ഞാൻ അറിയപ്പെടുന്നത്. കുഴപ്പമില്ലാത്തൊരു അഡ്രസ്സ് ഞാൻ എന്റെ കുടുംബത്തിന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പണ്ട് എന്റെ ചെറുപ്പത്തില് ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും വിശേഷപ്പെട്ട സാധനമായിട്ട് ഞങ്ങൾ സൂക്ഷിച്ചിരുന്ന ഞങ്ങളുടെ വല്യപ്പച്ചനെയാണ്. തിണ്ണലൊരു ചാരുകസരയിലാ വെച്ചിരുന്ന ആ സാധനം. ആ കസരയുടെ താഴെ വെറ്റയില് ചുണ്ണാമ്പൊക്കെ തേച്ച പാക്കൊക്കെ ഇടിച്ച് ഇത് ഉരുട്ടി ഉരുട്ടി വല്യപ്പച്ചന്റെ കയ്യിലോട്ട് കൊടുത്ത ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. അതിനെ ഞങ്ങൾ വിളിച്ചിരുന്നത് വല്യമ്മച്ചി എന്നാണ്. ഈ 2 പാർട്ടികളാണ് ഞങ്ങളുടെ തിണ്ണ അലങ്കരിച്ചിരുന്നത്. എന്താ പറയാ, ഞങ്ങളുടെ ഫാമിലി ഒരു ജോയിന്റ് ഫാമിലിയാ. എന്റെ ചാച്ചനൊക്കെ 8 പേരായിരുന്നു. അതിലൊരാൻറ്റി തന്നെ 11 പിള്ളേരെ പ്രസവിച്ചു. അപ്പൊ ചാച്ചന്റെ ചേട്ടന്റെ ഭാര്യയ്ക്ക് തോന്നി കുറഞ്ഞു പോകുമെന്ന്. പുള്ളിക്കാരി ഒരു മത്സരത്തിന് തയ്യാറായി. 8 എണ്ണം വരെ 2ാം സ്ഥാനം ഒപ്പിച്ചെടുത്തു. പിന്നെ 3ാം സ്ഥാനം വേറൊരു ആന്റിയ, 7, 6, 5. എന്റെ ചാച്ചന് യാതൊരു മത്സര ബുദ്ധിയില്ലായിരുന്നു.
ഞങ്ങൾ 3 പേരേ ഉള്ളത്. കാരണം ചാച്ചനോട് ഞാൻ ഇടയ്ക്ക് ചോദിച്ചു പറഞ്ഞു, നീ പോടി അവിടുന്ന്, ഞാൻ മത്സരിച്ചില്ലെന്ന് പറഞ്ഞു. എന്തുവാട്ടെ, ഞാൻ വളർന്ന ഒരു വലിയ കുട്ടിപ്പട്ടാളത്തിനിടയില എന്റെ കരുത്ത്, എന്റെ ആത്മവിശ്വാസം, എന്റെ ദൈവവിശ്വാസം, എന്റെ ധാർമ്മികത എന്റെ കുടുംബം എനിക്ക് തന്നതാ. ഞാൻ പഠിച്ച പുസ്തകങ്ങൾക്കൊക്കെ സായിപ്പിന്റെ പുസ്തകങ്ങളാ. ഞാൻ പഠിച്ചത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ്. സൈക്കോളജി എന്ന് പറയുന്നത് സായിപ്പിന്റെ പുസ്തകമാണ്. അതിനകത്ത് സായിപ്പ് എഴുതി വെച്ചതിനേക്കാൾ എത്രയോ നല്ല കാര്യങ്ങൾ എന്റെ വല്യമ്മച്ചിയും എന്റെ വല്യപ്പച്ചനുമൊക്കെ എന്നെ പഠിപ്പിച്ചു. ഞാൻ പഠിച്ച് വളർന്നത്, ഞാൻ പ്രസംഗിക്കുന്നു ഇന്ന്, പുസ്തകത്തിൽ പഠിച്ചതല്ലത്. എന്റെ ജീവിതം എനിക്ക് തന്ന ആ ഒരു എന്താ പറയാ അറിവാണത്. ഇപ്പൊ നമ്മുടെ കുടുംബങ്ങൾ ആ ജോയിന്റ് ഫാമിലി മാറി ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് വന്നു. ന്യൂക്ലിയർ ഫാമിലി മാറി സ്പ്ലിറ്റ് ഫാമിലിയായി ഇപ്പം. അതായത് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുമ്പോ ഭാര്യ, ഭർത്താവ്, 3 മക്കള്, അങ്ങനെയായിരുന്നു. ആദ്യകാലത്ത് 3 മക്കൾ എന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു. പിന്നെ അത് പോയി നമ്മൾ 2, നമുക്ക് 2, പിന്നെ അത് പോയി നാം 1, നമുക്കൊന്ന്. ഏറ്റവും പുതിയതറിയാവോ? അതാ, നിങ്ങൾ പരിഷ്കാരികളല്ലാന്ന് ഞാൻ മനസ്സിൽ. ഏറ്റവും പുതിയത് പഠിപ്പിക്കട്ടെ. കുട്ടി വേണ്ട, പട്ടി മതി എന്നായി. പട്ടിക്കൊക്കെ എന്താ ഗമ. ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്, ചില വീട്ടിലെ പട്ടിയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നെന്ന്. അയ്യോ എന്താ ഗമ. ഈയിടെ ഒരു അപ്പനും അമ്മയും കൂടെ ഒരു മോളെയും കൊണ്ട് എൻ്റെ അടുത്ത് കല്യാണം സമ്മതിപ്പിക്കാൻ, എൻ്റെ ജോലി ഇതൊക്കെയാ കേട്ടോ, കല്യാണത്തിന് സമ്മതിപ്പിക്കണം, പ്രസവിക്കാൻ സമ്മതിപ്പിക്കണം, ഇങ്ങനെയുള്ള പണിയൊക്കെ ഉണ്ട്. അപ്പൊ ഇത് കല്യാണത്തിന് അപ്പനും അമ്മയും ഡോക്ടേഴ്സാണ്. എറണാകുളത്തെ വളരെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന അവരുടെ ഏക മകൾ 36 വയസ്സ്, ബിആർക്ക് കഴിഞ്ഞ പെണ്ണാണ്. അവള് കല്യാണത്തിന് സമ്മതിക്കുന്നില്ല. അപ്പൊ ഞാൻ ഇവളെ തന്നെ ഇരുത്തി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞാൻ ചോദിച്ചു, മോളെ, വാട്ട് ഈസ് ഫാമിലി? വാട്ട് ഈസ് ഫാമിലി? അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, നമുക്ക് ഇഷ്ടമുള്ള ആരുടെ കൂടെയോ എന്തിന്റെ കൂടെയോ ജീവിക്കുന്നതിനെ ഫാമിലി എന്ന് പറയുന്നു. കൊള്ളാം. ഞാന് ഈ അടുത്ത നല്ലൊരു ദിവസം പത്തനംതിട്ട ഒരു പള്ളിയിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ പോകാൻ, ഞായറാഴ്ചയാണ്. ഇതുപോലെ ഒരുങ്ങുമ്പോഴ് എൻ്റെ കൊച്ചുമകൻ, അവൻ ഇപ്പം 4ാം ക്ലാസ്സിലാണ്, അവൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, അമ്മ എങ്ങടാ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പള്ളിയില് പ്രസംഗിക്കാൻ പോവുക. പള്ളിയിൽ അച്ഛന്മാര് പ്രസംഗിച്ചാ പോരെ, അമ്മ എന്തിനാ പോകുന്നേ? ഞാൻ പറഞ്ഞു, അവിടുത്തെ അച്ഛൻ പറഞ്ഞു, അച്ഛൻ അറിയാൻ മേലാത്തൊരു കാര്യം അമ്മയ്ക്ക് അറിയാവുന്ന അവിടെ ചെന്ന് പറഞ്ഞേച്ചു വരാൻ പറഞ്ഞു. അന്ന് അതിനുവേണ്ടി പോകും. അപ്പൊ അവനെന്നോട് എന്താ അമ്മ പറയാൻ പോകുന്നത്? അപ്പൊ ഞാനിവനോട് പറഞ്ഞു, അബൌട്ട് ഫാമിലി. വാട്ട് ഈസ് ഫാമിലി? ഹൗ ടു ബിൽഡ് എ ഫാമിലി? ഇത് പറയാൻ പോവാടാ ഞാൻ. ഉടനെ അവൻ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ഫാദർ, മദർ ആൻഡ് ചിൽഡ്രൻ ഫോം എ ഫാമിലി. എന്നോട് ചോദിച്ചു, ഈസന്റ് ഇറ്റ് കറക്റ്റ്? യെസ്. നിന്നോടാരാടാ ഇത് പറഞ്ഞ? നിന്നോടാരാടാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചപ്പോ അവൻ എന്നോട്, അത് ഞങ്ങളുടെ GK മിസ് പഠിപ്പിച്ചതാ. 4ാം ക്ലാസ് പഠിക്കുന്നവൻ എന്നോട് പറഞ്ഞു, അവന്റെ ജനറൽ നോളജിന്റെ മിസ് പഠിപ്പിച്ചു, അച്ഛനും അമ്മയും മക്കളും ചേരുന്നതാണ് കുടുംബം. ഞാൻ ചോദിച്ചു, മിസ് വേറെ വല്ലതും പറഞ്ഞു? മിസ് പറഞ്ഞു, ഒരുമിച്ച് പ്രാർത്ഥിക്കണം, ഒരുമിച്ച് ഭക്ഷിക്കണം. ഇതൊക്കെ മിസ് ഞങ്ങളെ പഠിപ്പിച്ചു. നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ആണല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞേ. അപ്പൊ എന്നോട് ചോദിച്ചു, അമ്മ പോകുന്നിടത്ത് ഇവർക്ക് ഇതൊന്നും അറിയാൻ മേലേ? ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ പറയാൻ പോവുക. എന്റെ അടുത്തിരിക്കുന്ന ബിആർക്ക് കഴിഞ്ഞ 36 വയസ്സുകാരിയായ പെണ്ണ് എന്നോട് പറയുന്നു, ഞാനും എന്റെ ലിയോയും ചേരുന്നതാണ് എന്റെ ഫാമിലി. ലിയോ ആരാന്നറിയാം? അവിടെ പട്ടിയാ. അവനില്ലാതെ ഞാനില്ല, ഞാനില്ലാതെ അവനില്ല. കല്യാണം വേണ്ട, പട്ടി മതി. വേറെന്നതുപോലെ അമേരിക്കന്ന് അതൊരു മകനേ ഉള്ളൂ. അത് ഇപ്പൊ ഈ ഡോക്ടേഴ്സിനോട് ഞാൻ ചോദിച്ചു, എറണാകുളത്തുനിന്ന് വന്നവരോട്, എന്തുകൊണ്ട് നിങ്ങളുടെ മകൾ ഇങ്ങനായെന്നറിയോ? എന്തുകൊണ്ട് നിങ്ങൾ ഒരു കൊച്ചു മതി എന്ന് വെച്ചതാണോ? പിള്ളേരെ വളർത്താൻ വലിയ പാട്, ഞങ്ങളുടെ ജോലി, ഞങ്ങളുടെ തിരക്ക്, ഞങ്ങളുടെ ട്രാൻസ്ഫർ, അങ്ങനെ ഇങ്ങനെ ഒത്തിരി മാങ്ങാത്തൊലി പറഞ്ഞിട്ട് പറഞ്ഞു ഒരെണ്ണം മതി എന്നങ്ങ് വെച്ചു. ഞാൻ ചോദിച്ചു, അതിനൊരു കൂട്ടുണ്ടായിരുന്നെങ്കിൽ, ഇടിച്ച് കളിച്ച് തല്ലി കളിച്ച് വളരാൻ ഒരു ചേച്ചിയോ അനിയത്തിയോ ആങ്ങളെയോ ഒക്കെ നിങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ ഈ പട്ടിയം കെട്ടിപ്പിടിച്ച് പെണ്ണിരിക്കത്തില്ലായിരുന്നു. നിങ്ങളുടെ കയ്യിലാണ് കുഴപ്പം. അന്നേരം അവര് പറഞ്ഞു, പറ്റിപ്പോയി. അപ്പൊ അമേരിക്കയിൽ നിന്ന് വന്ന അതുപോലെ തന്നെ ഒരു ചെറുക്കൻ, അവന് കല്യാണം ആലോചിക്കുമ്പോ അപ്പനും അമ്മയ്ക്കും നാട്ടിൻപുറത്തെ മലയാളി പെണ്ണിനെ വേണം. നമ്മുടെ റാന്നി വന്ന് ഒരു പെണ്ണെ കെട്ടിയെടുത്ത് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഇതുപോലെ ഈ ചെറുക്കന് വലിയൊരു പട്ടിയുണ്ട്. ആ പട്ടി ജമ്മം ചെയ്ത ഈ പെണ്ണിനെ പെരക്കകത്ത് കയറ്റിയില്ല. പട്ടി ചാടിക്കേറും. അന്നേരം ചെറുക്കന്റെ അമ്മ പറഞ്ഞു, കുഴപ്പമില്ല, പട്ടി ഒന്ന് ഇണങ്ങുന്നിടം വരെ നീ എന്റെ കൂടെ കിടന്നോളാൻ.
റാന്നിന്ന് കെട്ടി എഴുന്നള്ളിച്ച് അമേരിക്കയ്ക്ക് കൊണ്ടുപോയതാണ്. നീ എൻ്റെ അമ്മയുടെ കൂടെ കിടക്കാനാണ്, സ്വന്തം അമ്മയുടെ കൂടെ വീട്ടിൽ കിടന്നാൽ പോരെ? എന്തായാലും കൊള്ളാം. ഞാൻ ഈ കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ പയ്യനോട് പറഞ്ഞു, മോനെ നീ പുറത്തൊരു പട്ടിക്കൂടെ ഉണ്ടാക്ക്, എന്നിട്ട് ഈ പട്ടിയെ അതിനകത്തോട്ട് കിടത്ത, നിന്റെ ബെഡ്റൂമിൽ നിന്നൊന്ന് മാറ്റ്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവൻ പട്ടിക്കൂടെ ഉണ്ടാക്കി, പട്ടിയെ മാറ്റി. അടുത്ത കൗൺസിലിംഗിൽ അവൻ എന്നോട് പറഞ്ഞു, എന്റെ പട്ടിക്ക് ഡിപ്രഷനാ, എന്റെ പട്ടിക്ക് ഡിപ്രഷനാ, അത് ആഹാരം കഴിക്കുന്നില്ല, ഞാൻ സൈക്യാട്രിസ്റ്റിനെ കാണിച്ച് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുക, ഉറക്കം തന്നെ ഉറക്കം. മനസ്സിലായോ? ഞാൻ പറഞ്ഞ എടാ, ഒന്നുകിൽ പട്ടിയല്ലേ അവള്, രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾക്ക് വട്ടാകും. ഇപ്പൊ പട്ടിക്കല്ലേ വട്ടായത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്നാന്നറിയോ? മനുഷ്യന്മാർക്കോ സ്നേഹമില്ല, അതിന് മൃഗങ്ങളെ സ്നേഹത്തിന് കണ്ടുപിടിക്കുകയാണ്. പെറ്റിന് കൊടുത്തെന്നാ എല്ലാരും പറയുന്നത്. ഓക്കെ, പണ്ടത്തെ നമ്മുടെ ഫാമിലി ഇടിച്ചു കളിച്ച് വളരാൻ ഒരു ക്രിക്കറ്റ് ടീമിനുള്ള ആൾ ഒരു വീട്ടിൽ തന്നെ കാണും. അതിലൊക്കെ കുറെ എണ്ണത്തിനെ കൂടെ വിളിച്ച 2 ടീമായനെ. അതൊക്കെ പോയത് ഒരു കുഴപ്പം പോട്ടെ. ഇനിയും നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് നമ്മളാരും ഉണ്ടാക്കി വെച്ച ഒരു പ്രസ്ഥാനമല്ല. പിതാവായ ദൈവം ഈ പ്രപഞ്ച സൃഷ്ടിയോടൊപ്പം കുടുംബം സ്ഥാപിച്ചതായി നമ്മൾ പഠിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തില് സൃഷ്ടിയെക്കുറിച്ച് പറയുന്നിടത്ത് ദൈവം പല ഘട്ടങ്ങളായിട്ട് സൃഷ്ടി നിർവഹിച്ചു. ആദ്യത്തെ ഘട്ടത്തിൽ അവിടുന്ന് ജീവനില്ലാത്ത ധാതുലവണങ്ങൾക്ക് രൂപം കൊടുത്തു. രണ്ടാമത്തെ ഘട്ടത്തിൽ വൃക്ഷലതാദികള്, മൂന്നാമത്തെ ഘട്ടത്തിൽ പക്ഷിമൃഗാദികള്, അവസാനത്തെ ഘട്ടത്തിൽ അവിടുന്ന് മനുഷ്യനെ സൃഷ്ടിക്കുന്നു. സൃഷ്ടവസ്തുവായ മണ്ണെടുത്ത് കുഴച്ച് ഒരു മനുഷ്യരൂപം മെനഞ്ഞുണ്ടാക്കി ദൈവം അതിലേക്ക് തന്റെ ജീവന്റെ അംശം കൊടുത്തു. അതൊരു മനുഷ്യനായി, പുരുഷനായി. അവനെ ഒരു പറുദീസായിലേക്ക് ജീവിക്കാൻ വിട്ടു എന്ന് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നു. പറുദീസ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥലമല്ല, അത് മനുഷ്യ മനസ്സിന്റെ ഒരു അവസ്ഥയാണ്. പാരഡൈസ്. ഒന്നിന്റെയും കുറവില്ലാത്ത അവസ്ഥയില്, സമ്പന്നതയുടെ തികവില്, ധാരാളിത്തത്തിന്റെ നടുവിൽ അവൻ ജീവിക്കാൻ തുടങ്ങുകയാണ്. സന്തോഷവാനായിട്ട് ജീവിക്കാൻ തുടങ്ങി. അവൻ നോക്കുമ്പോ പക്ഷികൾക്കൊക്കെ കൂട്ടുണ്ട്, മൃഗങ്ങൾക്കൊക്കെ കൂട്ടുണ്ട്, അവന് മാത്രം ഒരു കൂട്ടില്ല. ഒരു കൂട്ടിന് വേണ്ടിയുള്ള അടക്കാനാവാത്ത ആഗ്രഹം. അവനങ്ങനെ വേട്ടയാടാൻ തുടങ്ങി. അപ്പൊ ദൈവം വിചാരിച്ചൊരു കൂട്ട് കൊടുക്കാം. അവനെ വിളിച്ചുറക്കി കിടത്തി അവന്റെ വാരിയെ ലൂരിയെടുത്ത് നമ്മളെപ്പോലൊരു സാധനത്തിനെ ഉണ്ടാക്കി എന്ന കഥയുടെ പോക്ക്. അതെ, പതുക്കെ അവനെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി. ഉണർന്നു നോക്കിയപ്പം മുന്നിൽ നിൽക്കുന്നു അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സാധനം. അവൻ സന്തോഷം കൊണ്ട് വിളിച്ചു കൂവി, ഇവൾ എന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവുമാകുന്നു. എന്നാ പ്രേമോ അല്ലേ? ശരിക്കും പ്രേമം അസ്ഥിക്ക് പിടിച്ചെന്നും തലയ്ക്ക് പിടിച്ചെന്നൊക്കെ പറയുന്ന അതല്ലേ? എന്റെ അസ്ഥിയുടെ അസ്ഥി, എന്റെ മാംസത്തിന്റെ മാംസം. ഇവൾ എന്റെ ആകുന്നു, ഞാൻ ഇവിടെയാകുന്നു, ഞങ്ങൾ ഒന്നാകുന്നു. വിവാഹം എന്ന കൂദാശയുടെ ആത്യന്തികമായ അർത്ഥം അവിടെ തുടങ്ങുകയാണ്. പക്ഷെ നമുക്കറിയാം ആ കുടുംബം ശരിയായില്ലല്ലോ. ശരിയായില്ല. ഒറ്റ മാങ്ങാപ്പഴം, എന്നാ പഴമായിരുന്നു ആ പഴത്തിന്റെ കുഴപ്പമാ. ഞാൻ എന്നും മാങ്ങാ പൊളുമ്പോ അവയെ ഓർക്കും. എന്നാന്നറിയാവോ, ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പൊ മാങ്ങാപ്പഴത്തിന്റെ സീസൺ അല്ലേ? നല്ല മാങ്ങ. എൻ്റെ മോനൊരു ഭ്രാന്താ മാങ്ങ. അപ്പൊ അവനെ ഇനി അങ്ങനത്തെ മാങ്ങ, ഇങ്ങനത്തെ മാങ്ങ, മൽഗോവ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നിട്ട് ഞാനിത് ചെത്തും. മെത്തപ്പൂളി ഞാൻ ആർക്കാ കൊടുക്കുന്നറിയാവോ? എന്റെ കെട്ടിയവന്. മാങ്ങാണ്ടി ആർക്കാന്നറിയാവോ? കൊച്ചുമക്കൾക്ക് അടുത്ത അണ്ടി തരാം, അടുത്ത അണ്ടി തരാം. നമ്മൾ നിർത്തിയിരിക്കല്ലേ? 4 എണ്ണത്തിന് അടുത്ത മാങ്ങാണ്ടി നിനക്ക്, അടുത്ത മാങ്ങാണ്ടി. ഇതുങ്ങൾ പാവ ഇത് ചപ്പിക്കൊണ്ട് പോകുന്ന നേരത്തിന് നല്ല പീസ് അങ്ങേരെ കൊണ്ട് ഞാൻ തീറ്റും. ഇതല്ലേ വീട്ടിൽ നടക്കുന്നേ? ആണോ? അതെ. അല്ല നീ കാണാം മെത്തപ്പൂള്. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ എന്നാന്നറിയാവോ, അങ്ങനെ ഈ സ്ത്രീ പാത്ത് വെച്ച് ആ മനുഷ്യൻ വന്നപ്പോ തിന്നു മനുഷ്യനെ എന്നും പറഞ്ഞ് പഴം കൊടുത്തല്ലോ. കൊടുത്തു, സംഗതി കുഴഞ്ഞു. എന്നിട്ട് തമ്പുരാൻ പതിവ് പോലെ വന്ന് വഴക്ക് പറയുകയാണ്.
ഇവര് ഓടി ഒളിച്ചു. എന്തിനാ ഒളിച്ചത്? നിനക്ക് എങ്ങനെ നാണം വന്നു? നീ തെറ്റ് ചെയ്തു അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ചോദിച്ച ഒട്ടനെ എടുത്ത വായിൽ ഈ ആദം പറഞ്ഞ വർത്താനം അറിയാവോ? നീ എനിക്ക് കൂട്ടായിട്ട് ഒരുത്തിയെ ഉണ്ടാക്കി തന്നില്ലേ, അവൾ ഒറ്റ ഒരുത്തിയാ ഈ കുഴപ്പം ഉണ്ടാക്കിയതെന്ന്. കഴിഞ്ഞ ആഴ്ചയാ പുള്ളി പറഞ്ഞ് എന്റെ അസ്ഥിയുടെ അസ്ഥി, എന്റെ മാംസത്തിന്റെ മാംസം. ആ പ്രേമം എവിടെ പോയി? 2 ആഴ്ച കഴിഞ്ഞപ്പോ ഇത് തന്നെയാ കുടുംബത്തിൽ നടക്കുന്നത്. അല്ലേ അല്ലേ? നിങ്ങൾ പറ. അയ്യോ, ഇത്രയും നല്ല പെണ്ണിനെ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് കെട്ടിക്കൊണ്ട് വന്ന നമ്മളെയൊക്കെ ആണോ? സുന്ദരിയ മിടിക്കുക എന്നൊക്കെ പറയുന്ന ടൈപ്പാ പറയുന്ന. നീ ഒറ്റ ഒരുത്തിയ എന്റെ കുടുംബം നശിപ്പിച്ചത്. അതെ, നീ എന്ന് ഈ വീട്ടിൽ കാലുകുത്തിയോ അതോടെ തീർന്നു. ഇതല്ലേ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ആണോ? എന്നെ വ്യത്യാസം എന്നാ? അതോ ഇവരുമായിട്ട് എന്നെ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. എങ്ങനെയാണോ മാറുന്നെന്നുള്ള നിറം. എന്തായാലും കൊള്ളാം. ആ കുടുംബം ഇവിടെ നാശത്തിന്റെ കുടുംബമായി. കാരണം തിന്മ അവരുടെ ഹൃദയങ്ങളെ കീഴടക്കി, പാപം അവരുടെ ഉള്ളിൽ പ്രവേശിച്ചു. അവരൊരു നിമിഷം ദൈവത്തെ മറന്നു. അതെ, അവരുടെ മനസ്സ് ദൈവത്തിൽ നിന്നകന്നപ്പം മുതല് ആ കുടുംബം അസമാധാനത്തിന്റെ കുടുംബമായി മാറുകയാണ്. പഴയ നിയമത്തിന്റെ ചരിത്രത്തിലൂടെ വരുമ്പോൾ ദൈവഹിതത്തിന് കീഴ്വഴങ്ങി ജീവിച്ചവർക്കൊക്കെ കോട്ട കിട്ടിയ ഒരു ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട്. അബ്രാഹത്തിന്റെ കുടുംബം, ജോബിന്റെ കുടുംബം, നോഹിന്റെ കുടുംബം, തോബിയാസിന്റെ ഒത്തിരി കുടുംബങ്ങളുണ്ട്. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നിന്നിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ നിർമ്മിക്കും, നിന്റെ നാമം മഹത്വമുള്ളതാക്കും. വിശ്വാസികളുടെ പിതാവാണ് അബ്രാഹം. അബ്രാഹത്തിന് ഒരു ദുഃഖം ഉണ്ടായിരുന്നു, മക്കളില്ലാത്ത ദുഃഖം. ഭാര്യ സാറ വാർദ്ധക്യത്തിലെത്തി. ഇനി അവിടെ നിന്നുണ്ടാവാനാണെന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന കാലത്ത് ഒരു കുഞ്ഞിനെ നൽകിക്കൊണ്ട് ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ പാകത്തിന് ആ കുഞ്ഞിനെ അവർക്ക് കൊടുത്തു. അതിനെ ഇങ്ങനെ പാടുപെട്ട് വളർത്തി ഒരുമാതിരി നേരെ നിൽക്കാൻ തുടങ്ങിയപ്പോ ദൈവം ആവശ്യപ്പെട്ടു ബലി കഴിക്കാൻ. ഞാനായിരുന്നു അബ്രാഹത്തിന്റെ സ്ഥാനത്തെങ്കിൽ തിരിഞ്ഞു നിന്ന് ചോദിച്ചേനെ, ഇത്രയും നാള് ഞാൻ പിള്ളേരില്ലാതെ ലൊക്കൊന്ന് ഇതിലെ നടക്കുകയായിരുന്നു. ആ പണിയായിരുന്നു ഈ പണിയേക്കാൾ ഭേദം. ചെന്ന പോലെയല്ല വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം. മോറിയ മലയിലേക്ക് മകന്റെ തലയിൽ ഒരു കെട്ട് വിറകും വെച്ചു കൊടുത്തുകൊണ്ട് അവനെ ബലി കഴിക്കാനായി നീങ്ങുന്ന മനസ്സ് നിങ്ങൾ ഇന്ന് വിശുദ്ധ ബലിയിൽ ഇവിടെ അർപ്പിച്ചപ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവണം. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ബലി പോലെ തമ്പുരാനെ എന്റെ ബലി നീ സ്വീകരിക്കണേ. എവിടെയെങ്കിലും അത് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. കുർബാന മധ്യ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ബലി പോലെ നമ്മുടെ ജീവിതമാകുന്ന ബലി അർപ്പിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഇനിയും ജോബിന്റെ കുടുംബത്തിലേക്ക് വരിക. എന്റെ മകൻ ജോബ് നീതിമാനാണെന്നാണ് ദൈവം പറഞ്ഞത്. ഇവരൊക്കെ സമ്പന്നന്മാരാണ്, ദരിദ്രവാസികളൊന്നുമല്ല. അന്നത്തെ സമ്പന്നത എന്ന് പറയുന്ന എന്തുമാത്രം ബാർലി കിട്ടാനുണ്ട്, ഗോതമ്പ് കിട്ടാനുണ്ട്, എത്ര ധാന്യപ്പുരകളുണ്ട്, എത്ര ആടുമാടുകളുണ്ട്, എത്ര കുഞ്ഞുങ്ങളുണ്ട്. അതാണ് സമ്പന്നതയുടെ മാനദണ്ഡം. അതെല്ലാം ജോബിന് ധാരാളമായിട്ടുണ്ടായിരുന്നു. ജോബിന് പരീക്ഷണങ്ങൾ വരുമ്പോൾ ഒന്നൊന്നായി നഷ്ടപ്പെടുകയാണ്. മക്കൾ നഷ്ടപ്പെടുന്നു, കൃഷിയിടങ്ങൾ നഷ്ടപ്പെടുന്നു, ആടുമാടുകൾ ചത്തൊടുങ്ങുന്നു. ജോബ് ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെടുമ്പോൾ ജോബ് പറയുന്നു, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം മഹത്വപ്പെടട്ടെ. അവസാനം ജോബിനെ രോഗപീഠകൾ കീഴടക്കി. ചാരത്തിലിരുന്ന് ജോബ് ചാരം വാരി ദേഹം മുഴുവൻ പൊത്തി, ചലമൊഴി ഒലിച്ചു വരാതിരിക്കാൻ, നാറാതിരിക്കാൻ, ഈച്ച പിടിക്കാതിരിക്കാൻ ചാരം വാരി ഇങ്ങനെ പൊത്തുകയാണ്. ആ സമയത്ത് ജോബിന്റെ പെമ്പർനോത്ത് ചെരിച്ചു കയറ്റിയ ഒരു വരവ്. മനുഷ്യനെ, നിങ്ങൾ ഇരുന്ന് ചോറി, ഞാൻ പോവുകയെന്ന് പറഞ്ഞു. അതെ, അവൾ അവളുടെ പോട്ടിന് പോവുകയാണ്. അതെ, ഞാൻ പറഞ്ഞ എന്നാന്നറിയോ, സഹനങ്ങൾ കുടുംബജീവിതത്തിന്റെ സ്വഭാവമാണെന്നും ആ സഹനങ്ങളെ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ദൈവം എല്ലാം
നന്മയ്ക്കായി ക്രമീകരിക്കുമെന്നും മനുഷ്യന് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഇതൊക്കെ ദൈവം കാണിച്ചു തരുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുവിന്റെ ജനനം മുതൽ കുരിശിലുള്ള മരണം വരെ ഒരു കുടുംബ ചരിത്രമാണിത്. മംഗലവാർത്ത മുതല് ആ അവസാന നിമിഷം, അവസാനത്തെ രക്തത്തുള്ളി പോലും വീഴുന്നിടം വരെ പോയി നിന്ന ഒരു സ്ത്രീ, അവരെയാണ് ക്രൈസ്തവ സഭ, നമ്മുടെ സഭ കുടുംബങ്ങൾക്ക് മാതൃകയായിട്ട് കാണിച്ചു തരുന്നത്. തിരുക്കുടുംബത്തിന്റെ മാതൃകയിൽ അവിടെ സന്തോഷമായിരുന്നില്ല. തുടക്കം മുതലേ വേദനകളും പ്രശ്നങ്ങളും ഉള്ളതായിരുന്നു അത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് ദൈവഹിതമാണ് കുടുംബ പ്രശ്നങ്ങൾ. കുടുംബജീവിതം പ്രശ്നങ്ങളില്ലാതെ ഉണ്ടാകുമെന്ന് ആരും വിചാരിക്കണ്ട. നീ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും എന്നോട് പറയുക, ഇത്ര നാളായിട്ട് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാൻ തയ്യാറല്ല. ഒന്നുകിൽ അയാളൊരു കോന്തനായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ വെറും ഒരു കോന്തി. കോന്തനും കോന്തിയും കൂടെ അല്ലല്ലോ കല്യാണം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, പൊരുത്തക്കേടുകൾ ഉണ്ടാവാം, സംഘർഷങ്ങൾ ഉണ്ടാവാം, രോഗങ്ങൾ ഉണ്ടാവാം, കടബാധ്യതകൾ ഉണ്ടാവാം. ഇതൊക്കെ കുടുംബജീവിതത്തിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് ദൈവസ്ഥാപിതമായ കുടുംബം നിങ്ങളുടെയോ എന്റെയോ ഇഷ്ടത്തിന് കിട്ടത്തില്ല. നമുക്കതിന് അവകാശമില്ല. അത് ദൈവം തരുന്നതാണ് ഈ ഭർത്താവിനെ, അല്ലെ ഈ ഭാര്യയെ. മനുഷ്യനെന്ന് പറയുന്നത് ശരീരം, മനസ്സ്, ആത്മാവ്, ഇത് മൂന്നോടെ കൂടുന്ന. ശരീരം എന്ന് പറയുന്ന ഈ കാണുന്ന സാധനം, അതിനെ നമ്മൾ ഭംഗിയായിക്കൊണ്ട് നടക്കും, കുളിപ്പിച്ച് പൗഡറൊക്കെ അടിപ്പിച്ച് നല്ല സ്റ്റൈലിൽ കൊണ്ട് നടക്കും. പക്ഷെ നമുക്കറിയാലോ, ഏറിയാൽ എത്ര ആയുസിന്റെ ദൈർഘ്യം? ഏറിയാൽ പറ അല്ലേ, ഉറക്കം വരും. ഏറിയാൽ 70 എത്ര ഉള്ളോ ഇവിടൊക്കെ? ഞങ്ങൾ കോട്ടയത്തിന് പോരെ, അവിടെ അതിൽ കൂടുതലുണ്ട്. അതെ, പത്രം വായിക്കാറില്ല അല്ലേ? നിങ്ങൾ വായിക്കാറുണ്ടോ? ഈയിടെ ലോകാരോഗ്യ സംഘടനയുടെ ഒരു പഠനം പത്രത്തിൽ വന്നായിരുന്നു. ഞാൻ വായിച്ചത് മലയാള മനോരമയില. അതെന്നാന്നറിയാവോ? ആ പഠനം അനുസരിച്ച് 65 വയസ്സ് വരെ യൗവനം. സന്തോഷായോ? 66 മുതൽ 80 വരെ മിഡിൽ ഏജ്. സന്തോഷായോ? 81 മുതലേ വാർദ്ധക്യമുള്ളൂ. എന്നിട്ട് 80 എന്ന് പറയുന്നു. അങ്ങനല്ല, അത് വായിച്ച അന്ന് മുതല ഞാൻ ഈ സന്തോഷമായിട്ട് നടക്കുന്നത്. മനസ്സിലായില്ലേ? അതെ, അപ്പോഴ് 81 മുതല് 91 വരെയെങ്കിലും പിടിക്കേ. അപ്പൊ ഏറിയാൽ 90 years. അത്രയും വർഷം ജീവിക്കാനുള്ള പരാക്രമമാണോ മനുഷ്യൻ കാണിക്കുന്നത്? മനുഷ്യനിൽ ആസക്തികൾ കൂടി ഇല്ലേ? എന്തിനോടൊക്കെ. ഞാൻ രാവിലെ കോട്ടയത്തു നിന്ന് പോരുമ്പോഴേ, ഇന്ന് മെയ് ദിനം ആയതുകൊണ്ടാകാം, പല വീടുകളും നിശ്ചലമാണ്. എഴുന്നേറ്റെല്ലാം വരുന്നുള്ളൂ. ഞാൻ ഒരു 7:15, 7:20 ഒക്കെ ആയപ്പോ ഇറങ്ങിയതാ. എല്ലാ വീടുകളും മനോഹരമായിരിക്കുന്നു. എല്ലാ വീടുകളും, കേരളം മുഴുവൻ ഞാൻ നടക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, എല്ലാ വീടുകളും മനോഹരമായിരിക്കുന്നു. എല്ലാ വീടുകളുടെയും മുറ്റത്ത് പൂച്ചെടികള്, ബൊഗൈൻ വില്ലകള് പൂത്തുലഞ്ഞു നിൽക്കുന്നു. മിറ്റമൊക്കെ ടൈലൊക്കെ ഇട്ട് ഭംഗിയാക്കിയിരിക്കുന്നു. എല്ലാ വീടുകളിലും ഒരു 3 വണ്ടി കുറഞ്ഞത് ഞാൻ കണ്ടു. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ അതിനകത്ത് എനിക്ക് വ്യത്യാസം തോന്നിയില്ല. പണക്കാരന്റെ മുറ്റത്ത് കിടക്കുന്ന കാറ് ഓഡിയോ അല്ലെങ്കിൽ ആ ലെവലിലുള്ളതാണെങ്കിൽ, പാവപ്പെട്ടവന്റെ മുറ്റത്ത് ഒരു ഓൾട്ടോയോ അല്ലെങ്കിൽ ഒരു ബൈക്കോ അല്ലെ ഒരു സ്കൂട്ടറോ, എനിവേ എണ്ണ ഒന്ന് തന്നെയാണ്. വിലയിലേ ഉള്ള വ്യത്യാസം. 2, 3, 4 വണ്ടികൾ, ആൾക്കോരോ വണ്ടികള്. അതെ, നമ്മുടെ വീടുകളൊക്കെ എത്ര മനോഹരമായിരിക്കുന്നു. അപ്പൊ എനിക്ക് തോന്നി നമ്മൾ എത്ര ഭംഗിയായിട്ട്. ഞാൻ ഈയിടെ കൽക്കട്ടയിൽ ഒരു പ്രോഗ്രാമിന് പോയി. കൽക്കട്ടയിൽ ഒരു പള്ളിയിൽ എനിക്കൊരു ക്ലാസ് ആയിരുന്നു. ആ പള്ളിയിലെ ഏറ്റവും വില കൂടിയ കാർ ഒരു സ്വിഫ്റ്റ് ഡിസയർ ആയിരുന്നു. ഏറ്റവും വില കൂടിയ കാർ. കുറച്ച് വീട്ടുകാരേ ഉള്ളൂ, ഒരു 90 വീട്ടുകാരേ ഉള്ളൂ. 3 ദിവസം ധ്യാനിപ്പിക്കുക, അതായിരുന്നു എൻ്റെ പണി. അപ്പോഴ് ഞാന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ പറയുക, ഞാൻ താമസിച്ച ചങ്ങനാശ്ശേരിക്കാരൻ ഒരാളുടെ വീട്ടിലാണ്.
വൈകുന്നേരമാണ് ധ്യാന പ്രസംഗങ്ങൾ. വൈകുന്നേരം 7 മണി മുതൽ രാത്രി 10 മണി വരെയാണ്. അപ്പൊ ഞങ്ങൾ പോകാൻ ഒരുങ്ങുമ്പോൾ ചങ്ങനാശ്ശേരിക്കാര് ആ പുള്ളിക്കാരി ഞാൻ നോക്കുമ്പോൾ പൊതി കെട്ടുന്നു അടുക്കളയിൽ. അപ്പൊ ഞാൻ ചോദിച്ചു, ധ്യാനത്തിന് വരുന്നവർക്ക് കഴിക്കാനുള്ള ഫുഡ് തയ്യാറാക്കുകയാണോ? അല്ല ആൻറ്റി, ഇത് ആൻറ്റി ഞാൻ കാണിച്ചു തരാം എന്തിനാണെന്ന്. അപ്പോൾ ചില പൊതിക്കകത്ത് ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഒഴിച്ചു, ചിലതിനകത്ത് ചോറൊക്കെ വെച്ചു. ഞങ്ങൾ അവിടുന്ന് പോരാൻ ഇറങ്ങി. ഒരു ചെറിയ വണ്ടിയല്ല, ഞങ്ങൾ സ്വിഫ്റ്റല്ല ഞങ്ങൾ പോരുന്നത്. അങ്ങനെ പോരുമ്പോൾ വഴിക്ക് നിർത്തിയിട്ട് വഴിയറമ്പിൽ മുഴുവൻ ഈ ഭിക്ഷക്കാരിയ്ക്കുക. കൽക്കട്ടയിലെ ചേരികളിൽ ഇവരിറങ്ങി ഓരോരുത്തർക്ക് ഈ പൊതി കൊടുത്തിട്ടാ പോകുന്നേ. അപ്പൊ എന്നോട് പറഞ്ഞു, സോണി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു സാധനവും ഫ്രിഡ്ജിൽ കയറ്റരുത്. എന്ത് സാധനം മിച്ചമുണ്ടല്ലോ അപ്പോഴേ ഈ വഴിക്ക് കൊണ്ടുവന്നാ മതി. വാങ്ങിക്കാൻ ആളാണ് ഞാൻ. ഇന്ന് 100 പൊതിയും കൊണ്ട് വന്ന ഞാൻ ഈ 100 പൊതി തിരിച്ചു കൊണ്ടുപോകേണ്ടി വരും. ഇവിടെ ആരാ വഴിയിറമ്പിരുന്നത്? ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അത് അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്. ഞാൻ ഈ ലോകം മുഴുവൻ യാത്ര ചെയ്യുന്നയാളാണ്. ഭോപ്പാലും കൽക്കട്ടയും ഒക്കെ ഞാനിങ്ങനെ പോകുമ്പോ എനിക്ക് തോന്നാറുണ്ട്, സത്യത്തിൽ നമ്മള് സ്വർഗത്തിലാ ജീവിക്കുന്നതെന്ന്, കേരളീയര്. അപ്പൊ ഞാൻ പറഞ്ഞെന്നറിയോ, നമുക്ക് വേണ്ടത് വലിയ വീട്, വലിയ കാറ്, സൗകര്യങ്ങള്, ആസക്തികൾ കൂടി. രണ്ടാമത്തത് ആത്മാവാണ്. ദൈവത്തിന്റെ നമ്മളിലെ അംശമാണ് ആത്മാവെന്നും മരണശേഷം ഈ ആത്മാവ് ദൈവത്തോട് ചേരുമെന്നും എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നു. അതിനുള്ള ആത്മീയത ആർക്കാണുള്ളത്? വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി? എന്താണ് ആത്മീയത? പള്ളി പോന്നാണോ? പെരുന്നാൾ കൂടുന്നാണോ? ഉപവസിക്കുന്നതാണോ? രാവിലെ എഴുന്നേൽക്കുമ്പോ അടുക്കള കൊണ്ട് ഫോൺ വെച്ച് പൂവണ്ണത്തിലച്ഛന്റെ ധ്യാനം കഴിഞ്ഞ് പിന്നെ കൃപാസന മാതാവിന്റെ പ്രാർത്ഥന കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് വയലാമണ്ണിലച്ഛന്റെ കൃപാഭിഷേകം എന്നതാ മറന്നുപോയി. അതുകൊണ്ട് സൂത്രം ഉണ്ടല്ലോ. എന്തുവാട്ടെ, അങ്ങനെ മുഴുവൻ നേരവും ഇതും കണ്ട് ഇരിക്കുന്നതാണോ ആത്മീയത? വീട്ടിൽ ശാലോൺ TV മാത്രം വെക്കുന്നതാണോ ആത്മീയത? പ്രിയപ്പെട്ടവരെ, ഇതൊന്നും ആത്മീയതയല്ല. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അല്ല ആത്മീയത എന്ന് പറയുന്നത്. ഞാൻ സംഭവം പറയാം. ഈയിടെ ഒരു ദിവസം എനിക്കൊരു പള്ളിയിൽ ക്ലാസ്. പള്ളി എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള പള്ളിയൊന്നുമല്ല, ഒരു എന്താ പറയാ കൊട്ടാരം പോലെ പള്ളി. അവിടെ തൊട്ട് ഇവിടം വരെ ഇങ്ങനെ മനോഹരമായ കൊത്തുപണിയുള്ള ബെഞ്ചുകളൊക്കെ കിടക്കുന്ന പള്ളിയാണ്. അപ്പൊ അത് ഇതുപോലെ ഒരു ഇടവക ദിനമാണ്. അപ്പൊ തിരുമേനിയുണ്ട്, വികാരിയച്ഛനുണ്ട്, ഞാനുണ്ട്. ഞങ്ങൾ കുറച്ച് പേര് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ഇരിക്കുന്ന വികാരി അച്ഛന്റെ അടുത്താണ്. അച്ഛൻ എന്നോട് ചോദിച്ചു, ഞാനൊരു കാര്യം പറഞ്ഞ കട്ടിയായിട്ട് പറയാവോ? എത്ര കിലോ? അത് മാഡത്തിന് എടുക്കാവുന്നിടത്തോളം എടുത്തോളാൻ പറഞ്ഞു. പറയാന്ന് പറഞ്ഞു. അപ്പൊ അച്ഛനോട് പറഞ്ഞു, ഇപ്പൊ അങ്ങോട്ട് നോക്കണ്ട, പിറകീന്ന് ഫ്രണ്ടിലേക്ക് 5ാമത്തെ റോ വന്നു. ക്രീം സാരി കണ്ടോ? കണ്ടു. ഇനി ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് 3ാമത്തെ റോ പച്ച ചുരിദാർ കണ്ടോ? കണ്ടു. അമ്മായിമ്മയും മരുമോളുവാ. ഭക്തയായ വെറോനിക്കായെ പോലെ, ഈശോയുടെ തിരുമുഖം തുടച്ച ഭക്തയായ വെറോനിക്കായെ പോലെ ഭക്തരായ 2 സ്ത്രീകൾ. ഒരാള് മർത്തമറിയ സമാജത്തിന്റെ സെക്രട്ടറിയാ, മറ്റേ ആൾ ഇവിടെ ഒരു സീനിയർ സിറ്റിസൺ ഫോറം ഉണ്ട്, അതിന്റെ പാർട്ടിയാ. 2 പേരും പള്ളിയിൽ നിന്ന് ഇറങ്ങില്ല. എല്ലാ നോയമ്പുവാസും. പക്ഷേ അവർ രണ്ടോടും മിണ്ടുകയല്ല. ഞാൻ അവര് ഒരു വീട്ടിലാണോ? ഒരു വീട്ടിലാണ്. താഴത്തെ നിലയില് വിധവയ അമ്മ, അപ്പം മരിച്ചുപോയി, അവരൊറ്റയ്ക്ക്. മേളിലത്തെ നിലയില് അവളും 3 പിള്ളേരും. അവിടെ കെട്ടിയവൻ അങ്ങ് ദുബായിലാ. അങ്ങനെ ഈ മേളിലുള്ളൊരു താഴെയുള്ളൊരു മേളിലോട്ടും പോകാറില്ല. എന്നിട്ട് അച്ഛനോട് ഞാനീടെ പള്ളിയുടെ ഒരു റെനോവേഷൻ പ്രമാണിച്ചൊരു പിരിവിന് പോയി ചേച്ചി. അപ്പോഴാ എനിക്ക് ഇതിന്റെ കുട്ടൻസ് പിടി കിട്ടിയത്. ഞാൻ അവിടെ ചെന്ന് ബെല്ലടിച്ചു. അമ്മ ഇറങ്ങി വന്നു. ബേസ്ലെസ്സിനായിരുന്നു അല്ലേ? എന്തായിരുന്നു അച്ഛാ? അല്ല ഞാൻ പള്ളി അയ്യോ ഞാനങ്ങ് മറന്നുപോയി. അച്ഛാ അവിടെ ഇരിക്കുക കേട്ടോ.
പെട്ടെന്ന് ഓടിപ്പോയി 2000 രൂപ എടുത്തുകൊണ്ട് വന്ന് അച്ഛന് കൊടുത്തിട്ട് പറഞ്ഞു, അച്ഛാ പെൻഷൻ കിട്ടിയിട്ടില്ല ഈ മാസത്തെ, ഇത്ര ഉള്ള എൻ്റെ കയ്യില്. അച്ഛൻ പറഞ്ഞു, അമ്മ ഇത്രയും വേണ്ട, 1000 മതി. അമ്മയുടെ ഒരു പാർട്ടിസിപ്പേഷൻ 1000 എന്നാ പിടിച്ചോ? ഇല്ല, ഞാൻ പള്ളിക്ക് തന്നത് ഞാൻ തിരിച്ചു വാങ്ങിയല്ല, അച്ഛനെ പിടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ റെസിപ്റ്റ് എഴുതി കൊടുത്തിട്ട് ചോദിച്ചു, ബീനായെ ഒന്ന് വിളിക്കാവോ? ബീനായെ ബീനായെ എന്റെ പട്ടി വിളിക്കും. അച്ഛൻ എന്നാ ഉന്തവ അറിയാവുന്ന. അച്ഛൻ ഞാനും അവളും കൂടെ മിണ്ടുകയറുന്ന അച്ഛൻ അറിയാമല്ലേ? അച്ഛാ അണ്ട കഥകിന്റെ മറവിൽ അവിടെ നമ്പർ എഴുതിയിട്ടിരിക്കുന്ന, അച്ഛൻ ആ നമ്പർ എടുത്ത് വിളിക്ക്, അവള് ചാടി ഇറങ്ങി വരുമെന്ന് പറയും. അച്ഛൻ ഈ നമ്പർ എടുത്ത് വിളിക്കുന്നതിന് മുമ്പ് തന്നെ അവള് താഴെ വന്നു, കാരണം അവളിത് കേൾക്കുന്നുണ്ടായിരുന്നു. അവളെ കാണുക, അമ്മ അകത്തോട്ട് കയറി കഥ ഊറ്റിയിട്ടു. അവള് വന്നു, അച്ഛൻ വന്നത് ഞാൻ അറിഞ്ഞായിരുന്നു. അച്ഛാ ഇതൊരു 5000 രൂപയുണ്ട്, അത് ഞാൻ ബെന്നിയെ വിളിച്ചായിരുന്നു അച്ഛൻ വന്നപ്പോഴേ. ബെന്നി പറഞ്ഞ എന്നാന്ന് ചോദിച്ചാൽ, പെരുന്നാളിന് ബെന്നി വരുന്നുണ്ട്, അപ്പൊ പള്ളിക്ക് ഒരുമിച്ച് ഇത്തിരി തരും, ഇപ്പൊ നീ ഒരു 5000 കൊടുക്കാൻ പറഞ്ഞു. അച്ഛൻ ഇതിന്റെ റെസിപ്റ്റ്, അച്ഛൻ 5000ന്റെ റെസിപ്റ്റ് കൊടുത്തു. അവിടുന്ന് ഇറങ്ങിയപ്പോ അച്ഛൻ പറഞ്ഞു, ഒരു കണക്കിന് നന്നായി. ഇവര് രണ്ടുപേരും കൂടെ യോജിച്ച് നിൽക്കുകയാണെങ്കിൽ അകത്ത് കയറി ആലോചിക്കും. അച്ഛൻ വന്നിട്ടുണ്ട്, എന്നാ കൊടുക്കണം, നമുക്കൊരു 3000 കൊടുക്കാന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ ഒരു 3000 തന്നേനെ. അച്ഛനിപ്പൊ 7000 കിട്ടിയത്, 1ഉം 2ഉം അല്ല. അച്ഛൻ പറഞ്ഞു, ഒരു കണക്കിന് നന്നായി. പക്ഷെ ഗ്രേസ് ചേച്ചി പറയണം, എന്നാ കൊടുത്താലും ദൈവം പ്രസാദിക്കില്ല. വീട്ടിലുള്ള അമ്മയോട് മിണ്ടാതെ, വീട്ടിലുള്ള മകളോട് മിണ്ടാതെ, മരുമകളോട് മിണ്ടാതെ, ഏത് പള്ളി പോയി മുട്ട നിന്ന് കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കില്ല. പിടിക്കുന്ന അമ്മമാരോടാ പറയുന്നത്, മനസ്സിലാവുന്നുണ്ടോ? അതെ, അപ്പന്മാരോട് തന്നെയാ പറയുന്നത്. മക്കളോട് മിണ്ടാതെ, ഭാര്യയോട് മിണ്ടാതെ, അതെ, ഏത് പള്ളി പോയാൽ ഏത് ദൈവം പ്രസാദിക്കുമെന്നാ പറയുന്നത്. ദൈവത്തിന്റെ നീതി അതല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആത്മീയത എന്ന് പറയുന്നത് നമസ്കാരങ്ങളുടെ ആവർത്തനമല്ല, അത് വിട്ടുകൊടുക്കലാണ്, ക്ഷമിക്കലാണ്, പൊറുക്കലാണ്, മറക്കലാണ്. അതെ, ഈ ഇടവക ദിനത്തില് ആരോടെങ്കിലും മറക്കാനോ പൊറുക്കാനോ ആരോടെങ്കിലും ക്ഷമിക്കാനോ ഉണ്ടോ എന്നൊരാത്മപരിശോധന ചെയ്യുന്നത് നല്ലതാ. മൂന്നാമത്തത് മനസ്സാണ്. ഞാൻ ഈയിടെ ഒരു ജേർണലിൽ വായിച്ചു, ഇന്ത്യയിലെ മാനസിക രോഗികളുടെ എണ്ണം ഭയാനകമായി കൂടുന്നു. അവരുടെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ മാനസിക രോഗ ചികിത്സയ്ക്ക് വിറ്റുതീരുന്ന മരുന്നിന്റെ 30% വിഴുങ്ങുന്നത് മലയാളിയാണ്. മലയാളിക്ക് കിറുക്ക് കൂടുന്നെന്നാണ് കണക്ക്. അവരുടെ വേറൊരു കണക്കുണ്ട്, നേരാണെന്നൊന്നും എനിക്കറിയില്ല. കേരളത്തിൽ 5 വീട്ടിൽ ഒരാൾക്ക് വട്ടുണ്ടെന്ന്. ഇപ്പൊ ബേസിൽ വെച്ചാൽ ഈ ഇടവകയിൽ എത്ര വീടുണ്ടോ അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത്രയും മട്ടന്മാരോ വട്ടികളോ. തിരുമേനി ഡൽഹി ഭദ്രാസനത്തിൽ മൊത്തം എത്ര വീടുണ്ടോ നോക്കണം, എന്നിട്ട് നമുക്ക് അതിനെ 5 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. അല്ല, നമുക്ക് ശാലം കുഴപ്പമില്ലേ എന്നാ പറയില്ലെന്നു. പിന്നെ നമുക്ക് നമ്മുടെ സ്വഭാവം പിടിക്കുന്നില്ല. പിന്നെ മക്കളെ, ഈ അമ്മ പറയാറില്ല, എനിക്ക് നല്ല കുറുക്ക് പിടിച്ച് നിൽക്കുക ചെറുക്ക, എന്നോടിപ്പോ ഒന്നും പറയരുതെന്ന്. അതെ, ശകലം കുഴപ്പമുണ്ട്. പണ്ട് കേരളത്തിലെ ഊളംപാറയും ഒരു കുതിരവട്ടമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമ്മുടെ എല്ലാ ആശുപത്രികളിലും സൈക്യാട്രി വിഭാഗം സജ്ജമാണ്. മാനസിക രോഗങ്ങൾ കൂടിയിരിക്കുന്നു, മാനസിക വൈകല്യങ്ങൾ കൂടി. ഞാൻ ഏറ്റവും കൂടുതൽ എഴുതുന്ന ഒരു വാക്കാണ് പേഴ്സണാലിറ്റി ഡിസോർഡർ. എനിക്ക് റിപ്പോർട്ടുകൾ കൊടുക്കണം, ചിലപ്പോൾ കോടതിക്കോ അല്ലെങ്കിൽ സഭാ കോടതിക്കോ ഒക്കെ. അപ്പൊ ഞാൻ അതിന്റെ അടിയിൽ എഴുതുന്ന ഒരു വാക്ക് ഡിസോർഡറാണ്, പേഴ്സണാലിറ്റി ഡിസോർഡർ. അതെ, വ്യക്തിത്വ വൈകല്യങ്ങൾ കൂടുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ശരീരവും മനസ്സും ആത്മാവും കൂടെ ഒന്ന് ബാലൻസ്ഡ് ആക്കുക പ്രിയപ്പെട്ടവരെ. എല്ലാം വേണം എന്ന് പറഞ്ഞാല്, നമുക്കിപ്പോ ഒരു പരീക്ഷയ്ക്ക് 6 വിഷയം പഠിക്കാനുണ്ട്. 5 വിഷയത്തിന് 100ൽ 100, ഒരു വിഷയത്തിന് 0. നമ്മൾ ജയിക്കോ ചെയ്യാണ്ടി പറ? ഇല്ല. 6 വിഷയത്തിന് ജസ്റ്റ് പാസ് കിട്ടിയാലോ ജയിക്കും. നമ്മളിൽ പലരും ഏത് കൂട്ടത്തിലാണ്?
ഈയിടെ ഒരു ചേട്ടനും ചേച്ചിയും കൂടെ എന്നെ കാണാൻ വന്നു. ഇച്ചിരി പ്രായമുണ്ട്, 70 വയസ്സുള്ള ഒരു ചേട്ടൻ, ചേച്ചി എൻ്റെ പ്രായമൊക്കെ ഉണ്ട്. സുന്ദരനും സുന്ദരിയൊക്കെയാ. അവരിങ്ങനെ വന്നു, അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. അതിനിടയിൽ ചേട്ടൻ, എനിക്ക് ആ ചേട്ടനെ ഭയങ്കര ഇഷ്ടമായിട്ടിരിക്കുക. ചേട്ടൻ എന്നോട് പറഞ്ഞു, ഇവക്കെന്നാത്തിന്റെ കേടാന്നാ ഈ പറയുന്ന? കുഞ്ഞെ, നിനക്ക് കേൾക്കണോ ഗ്രേസ്ലാലെ? 1.5 വീട്, 1,18,00,000 രൂപ മുടക്കി ഞാൻ ഉണ്ടാക്കിയതാ. എവിടെ തന്തയല്ല ഞാൻ. എല്ലാ സൗകര്യങ്ങളും, എല്ലാ മുറി AC ഒക്കെയാ. പിള്ളേരൊക്കെ നല്ല നിലയിൽ പഠിക്കുക. കൊച്ചേ, ഞാൻ പുറത്തോട്ട് പോകുമ്പോ ഇവളെന്നോട് 1 കിലോ പഞ്ചസാര പറഞ്ഞാൽ 5 കിലോയിൽ കുറഞ്ഞ് ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ഏത് മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞെ നിനക്ക്? ഉണ്ട്. ഈയിടെ ഞാൻ പുറത്തോട്ട് പോയപ്പോൾ അവള് പറഞ്ഞു, ഇവിടെ മീനൊന്നും ഇരിപ്പില്ല. ഇപ്പോഴത്തെ മീൻകടകളൊക്കെ ഹൈടെക് മീൻകടകളാണ്. വറക്കാൻ, കറി വെക്കാൻ, മപ്പാസ് വെക്കാൻ, പീര വെക്കാൻ, അച്ചാറിടാൻ 5 സൈസ് മീൻ വെട്ടി പീസാക്കിക്കൊണ്ട് ഇട്ടുകൊടുത്തു ഞാൻ. അതാണ് ഞാൻ. ഏത് കുഞ്ഞിനെന്നെ മനസ്സിലായോ? മനസ്സിലായി. ഞാൻ ഈയിടെ പുറത്തോട്ട് പോയപ്പോ അവള് പറഞ്ഞു, അവിടെ അടിപ്പാവാടയെല്ലാം പോയ. ഞാൻ ആ കട കയറി, ജൗളിക്കടയിലേ, ഒരു പാവാടയായിട്ട് എനിക്ക് വാങ്ങിക്കാൻ പറ്റുമോ കുഞ്ഞെ? ഞാൻ ആ ചെറുക്കനോട് പറഞ്ഞു, 6 പാവാട, 6 കളറ് പായ്ക്കയിടാന്ന് പറഞ്ഞു. കൊണ്ട ഇട്ടുകൊടുത്തു ഞാൻ. ഇടറിന്ന് പറഞ്ഞു ഞാൻ. അതാണ് ഞാൻ. സത്യം പറഞ്ഞ ഈ ചേട്ടനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ എനിക്ക്. കാരണം എൻ്റെ കെട്ടിയവൻ ഇതുവരെ ഒരു പാവാട എനിക്ക് മേടിച്ചു തന്നിട്ട്. സത്യമാണ് ഞാൻ ഈ പറയുന്നത്. കാരണം ഞാൻ തയ്ക്കുന്ന ആളായിരുന്നു ആ സമയത്തൊക്കെ. തന്നെ തയ്ക്കും എൻ്റെ എല്ലാ സാധനങ്ങളും. ഇപ്പം ഞാൻ അത്രയും ഒന്നും കാണിക്കുകയല്ല. ഇപ്പം എൻ്റെ പിള്ളേരൊക്കെ തയ്ക്കും. പുറത്തല്ല ഞങ്ങളുടെ ആവശ്യമുള്ളത്. അപ്പം ഞാൻ പാവാടയൊക്കെ തയ്ച്ചെടുക്കും. എൻ്റെ അമ്മ തയ്ച്ചു തരുമായിരുന്നു. പിന്നെ എനിക്ക് ജോലിയുണ്ട്. അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. എൻ്റെ കെട്ടിന് ഇതുവരെ ഒരു പാവാട മേടിച്ചു തന്നിട്ടില്ല. ഞാനില്ലേ പഞ്ചസാര പറഞ്ഞു വിടാമെങ്കിൽ ഒരു ക്ലാസ് എനിക്ക് എടുക്കും. പഞ്ചസാരയുടെ ദോഷങ്ങൾ, മൈദയുടെ ദോഷങ്ങൾ, ബ്രെഡിന്റെ ദോഷങ്ങൾ, പിന്നെ ഒരു ക്ലാസ്സാ. പുള്ളി നാച്ചുറോപ്പതിയുടെ ആളാ. പുള്ളി ഇതെല്ലാം ക്ലാസ് എടുത്തിട്ട് 1 കിലോ പറഞ്ഞാൽ 1/2 കിലോ കൊണ്ടുവരും. മനസ്സിലായി? എന്നിട്ട് ഓർഗാനിക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, വരുമെന്ന് പറയും. അതായത് എൻ്റെ കിട്ടി. ഈ ചേട്ടനോട് 1 കിലോ പഞ്ചസാര 5 കിലോയാ കൊണ്ടുവന്നേ. ആ ചേട്ടൻ ഉമ്മ കൊടുക്കട്ടെ. എനിക്ക് ആ ചേട്ടനെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ മീന്, എൻ്റെ കെട്ടിനോട് ഞാൻ മീൻ പറഞ്ഞാൽ അങ്ങനെ പറയും, മോർച്ചറി വെച്ചത് കഴിക്കണ്ടെന്ന്. ഫ്രഷായിട്ട് കൊമര കാർ ഓടിച്ചു പോയി മേടിച്ചോണ്ട് വരാമെന്നോ. അത്ര നല്ല മനുഷ്യനോ. അപ്പൊ ഈ ചേട്ടനെ എനിക്കിഷ്ടായി. അപ്പൊ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, എന്നാ നല്ല ചേട്ടനാ ചേച്ചി, എല്ലാം 5 ഇരട്ടിയായിട്ട് കൊണ്ടുതരും. പിന്നെ എന്നെ ഈ ചേട്ടന് കുഴപ്പം? ഉടനെ ചേച്ചി എന്നോട്, ഇയാള് പറഞ്ഞതെല്ലാം സത്യം. മീനിന് മീന്, പാവാടയ്ക്ക് പാവാട, ഇതൊന്നും അല്ല എന്റെ പ്രശ്നം. ചേച്ചിയുടെ പ്രശ്നം എന്താന്ന് പറ. ഉടനെ ചേട്ടൻ പറഞ്ഞു, ഞാൻ പറയാം. എല്ലാ ദിവസവും വൈകിട്ട് ഞാൻ ഇത്തിരി കഴിക്കും. അതാ ഇവിടെ നോക്കേട്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി അത് കഷ്ടം കേട്ടോ. ഇത്രയും വീടൊക്കെ നോക്കുന്ന മനുഷ്യനല്ലേ വൈകിട്ടൊരു പെഗ്. കുഴപ്പമുണ്ടോ? വൈകിട്ടൊരു പെഗ് കഴിക്കുന്ന ചേച്ചി എന്ത്? അന്നേരം എന്നോട് ഈ ചേച്ചി പറയും, എന്റെ കുഞ്ഞ് അതല്ല എന്റെ പ്രശ്നം. പിന്നെ എന്നാ പ്രശ്നം? കിടന്നു മുള്ളുവന്ന്. കള്ളു കുടിക്കുന്നതല്ല പ്രശ്നം, കിടന്നു മുള്ളുന്നതാണ് പ്രശ്നം. അപ്പൊ ഈ ചേച്ചി എന്നോട് പറഞ്ഞു, 2 മെത്ത കത്തിച്ചു, 5-6 തലേണ കത്തിച്ചു, ഒത്തിരി ബെഡ്ഷീറ്റ് കത്തിച്ചു. ഇനിയും ഇത് അവസാനത്തെ ശ്രമമാ ഗ്രേസ്ലാലെ. ഗ്രേസ്ലാൽ ഈ മൂത്രമൊഴിക്ക നിർത്തി തന്നില്ലെങ്കിൽ ഇയാളെ സഹിതം ഞാൻ കത്തിക്കും. ഞാൻ ചേട്ടനോട് ചോദിച്ചു, ഇവര് പറഞ്ഞാ പറയുന്ന പോലെ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാ ചേട്ടന്റെ അവസാനമാ. ചേട്ടൻ പെട്ടെന്ന് ഡയപ്പറെങ്കിലും മേടിച്ച് കെട്ടാൻ പറഞ്ഞു. എന്റെ പൊന്നോ, ഇങ്ങനെ കുറെ ഉണ്ട് കേട്ടോ. അയാളുടെ 38 വയസ്സുള്ള മകൻ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൻ എന്ന് മൂത്രമൊഴിക്കാൻ നിർത്തുന്നു, അന്ന് കെട്ടാണ്ടിരിക്കുക. നമുക്ക് എത്ര ഈസി ആയിട്ട് ചിരിക്കാൻ പറ്റുന്നു അല്ലേ? ആ സ്ത്രീ എന്നോട് പറഞ്ഞു, ആ മുറിയിലെന്നല്ല വീട്ടിൽ കയറണ്ടെന്ന് ആറിയിട്ടെന്ന്. അങ്ങനെ എത്ര കുടുംബങ്ങൾ.
അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ ആ ചേട്ടൻ 5 വിഷയത്തിന് ഫുള്ളാ, ഒരു വിഷയത്തിനെ 0 ഉള്ളൂ. അപ്പൊ ഇങ്ങനെ പല കേസുകളും ഉണ്ട്. സ്വന്തം അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാത്ത കേസുകളിലൊക്കെ എനിക്കറിയാം. ബാക്കി എല്ലാ കാര്യത്തിലും മിടുക്കരാണ്. മാതാപിതാക്കളെ എന്താ പറയുക, ഉപേക്ഷിക്കുന്ന മക്കള്, തഴയപ്പെടുന്ന മാതാപിതാക്കളുടെ കണ്ണുനീര് നമ്മുടെ കുടുംബങ്ങളുടെ ശാപമായി മാറുന്നുണ്ടോ എന്ന് ചിലപ്പോഴെനിക്ക് തോന്നാറുണ്ട്. ഈ കൊച്ചു കേരളത്തില് 712 രജിസ്റ്റർ ചെയ്ത വൃദ്ധമന്ദിരങ്ങളുണ്ട്. നിറയെ അന്തേവാസികളാ. 712 രജിസ്റ്റർ ചെയ്തത്, രജിസ്റ്റർ ചെയ്യാത്തത് വേറെ. ഈ കഴിഞ്ഞ വർഷം എനിക്കൊരു വൃദ്ധദിനത്തോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിൽ ഒരു വൃദ്ധമന്ദിരത്തിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന്റെ ഡയറക്ടർ ഒരു കന്യാസ്ത്രീയാണ്. അവരെൻ്റെ കൂടെ പഠിച്ചതാണ് ഡിഗ്രിക്ക്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഗ്രേസ് ഒരു ഫുൾ ഡേ എനിക്ക് നിന്നെ വേണം. രാവിലെ മുതൽ ഞങ്ങളുടെ അമ്മച്ചിമാർക്ക് മത്സരങ്ങള്, ഉച്ചയ്ക്ക് സദ്യ, ഉച്ച കഴിഞ്ഞ് പൊതുസമ്മേളനം, തിരുവഞ്ചൂരാണ് ഗസ്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരാം. അങ്ങനെ ഞാൻ പോയി ഈ അമ്മച്ചിമാരുടെ കൂടെ കളിയും ചിരിയും എല്ലാം ആട്ടും പാട്ടും എല്ലാം ആയി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ എൻ്റെ അടുത്തിരിക്കുന്ന അമ്മച്ചി, അവിടെ 35 അമ്മച്ചിമാരുണ്ട്. അമ്മച്ചിയോട് ഞാൻ ചോദിച്ചു, അമ്മച്ചി എങ്ങനാ ഇവിടെ വന്ന് പറ്റിയത്? അപ്പ എന്നോട് പറഞ്ഞു, അത് ഞാൻ ചത്തപ്പം അവന്മാർ അപ്പൊ ഞാൻ ചോദിച്ചു, ഏതവന്മാര്? എന്റെ മക്കള് അല്ലാണ്ട് ആരാടി? എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട്. 8 എണ്ണം ഉണ്ടായിട്ട് ഒരെണ്ണം പോലും അമ്മച്ചിയെ നോക്കുന്നില്ലെങ്കിൽ അമ്മച്ചിയുടെ കയ്യിലിരിപ്പൊട്ടും ശരിയല്ലായിരിക്കുമെന്ന് എനിക്ക് തോന്നി. ഞാന് എന്തായാലും കൊള്ളാം, അമ്മച്ചിയുടെ കൂടെ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് അമ്മച്ചിയുടെ മുറിയിൽ പോയി. അമ്മച്ചിയുടെ മുറിയിൽ ഇംഗ്ലീഷ് പത്രങ്ങൾ, ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദു തുടങ്ങിയ പത്രങ്ങൾ, പാതി വായിച്ച് കമഴ്ത്തി വെച്ച ഒരു ഇംഗ്ലീഷ് നോവൽ, എല്ലാം ഇംഗ്ലീഷാ. അപ്പൊ ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, സാധാരണക്കാരിയല്ല അല്ലേ, നീ എന്താടി എന്നെ കുറിച്ച് വിചാരിച്ചത്? ഞാൻ പഴയ MSc B.Ed കെമിസ്ട്രി ഞാൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആടി. ഡൽഹിയിലായിരുന്നു. എന്റെ ഭർത്താവ് ഒരു ആർമി ഓഫീസറായിരുന്നു. അങ്ങേരുടെ ട്രാൻസ്ഫറിനനുസരിച്ച് എന്റെ ജോലികൾ ശരിയായില്ല. മാത്രമല്ല മക്കൾ 8 പേരായി. അപ്പൊ ഞാൻ എന്റെ ജോലി കളഞ്ഞു. എന്നാലും ഞാൻ വായിക്കും. അമ്മച്ചി പോയി അമ്മച്ചിയുടെ പുസ്തക ശേഖരത്തിൽ നിന്നൊരു 2 പുസ്തകം എടുത്ത് കയ്യൊപ്പൊക്കെ ഇട്ട് എനിക്ക് കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഇത് നിനക്കിരിക്കട്ടെ, നല്ല പുസ്തകമാണത്. ഒന്ന്, മെൻ ആർ ഫ്രം മാർസ് ആൻഡ് വിമൻ ആർ ഫ്രം വീനസ്. അത് എൻ്റെ കയ്യിലുള്ള പുസ്തകമാണെന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞില്ല, ഇതിരിക്കട്ടെ, നിനക്ക് ഇതൊരു നല്ല പുസ്തകമാണ്. അങ്ങനെ ഞാൻ പോരാൻ നേരം അമ്മച്ചിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് വീണ്ടും കാണാം. അമ്മച്ചി എന്നോട് പറഞ്ഞു, ഇല്ല മോളെ, ഈ വൃദ്ധദിനത്തിന്റെ മന്ദിരത്തിന്റെ പടി കടന്നു വരുന്നവരൊക്കെ ആരുടെയെങ്കിലും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനോ പിറന്നാൾ ആഘോഷിക്കാനോ കേക്കും മധുരപലഹാരങ്ങളുമായി വരുന്നവരാണ്. അവരാരും പിന്നെ വരാറില്ല. അവരൊക്കെ വേറെ വൃദ്ധമന്ദിരമോ അനാഥാലയോ തേടിയാ പിന്നെ പോകുന്നേ. നീയും വരത്തില്ലെന്ന് എനിക്കറിയാം. അതെനിക്ക് പെട്ടെന്നൊരു സങ്കടം തോന്നി. ഞാൻ കെട്ടിപ്പിടിച്ച് 2-3 ഉമ്മയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ വിളിക്കാം. ഞാൻ അവിടുന്ന് പോന്നു. എല്ലാ ഞായറാഴ്ചയും ഞാൻ അമ്മച്ചിയെ വിളിക്കാൻ തുടങ്ങി. ഞങ്ങൾ തമ്മിലൊരു വല്ലാത്ത ഇഷ്ടം. കഴിഞ്ഞ ജന്മത്തിൽ ഇവരെന്റെ ആരോ ആയിരുന്നോ എന്ന് എനിക്കൊരു സംശയം. അങ്ങനെ ഒരു ദിവസം ഞാൻ പറഞ്ഞു, അമ്മച്ചിക്ക് പാമ്പാടിയിൽ ഒരു വീടും 50 സെന്റ് സ്ഥലവും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. നീ എങ്ങനെ? ഞാൻ പറഞ്ഞു, സിസ്റ്റർ പറഞ്ഞു, അമ്മച്ചി ആ പാമ്പാടിയിലെ വീടും 50 സെന്റ് സ്ഥലവും എന്റെ പേരിൽ എഴുതി തരാങ്കി ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുവച്ച് അമ്മച്ചിയെ പൊന്നുപോലെ നോക്കാം. പൊടി അവിടുന്ന്. അതെന്റെ ഇളയമോൻ ബാലൂന്. അവനെവിടാ? ഹൂസ്റ്റണിലെ ഡോക്ടർ. തള്ളെ അവിടെ നിന്നോളാൻ പറ. പിന്നെ ഒരു ദിവസം ഞാൻ പറഞ്ഞു, അമ്മച്ചിയുടെ കഴുത്തിലൊരു വലിയ മാല, കയ്യിലൊരു 5-6 വള, സ്വർണ്ണാണോ ഇതൊക്കെ? അതേടി, ലോക്കറിലും ഉണ്ട് ഗോൾഡൊക്കെ. എൻ്റെ ഹസ്ബൻഡ് ഗോൾഡൊന്നും എടുത്തിട്ടില്ല.
എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞു, ലോക്കറിലെ എനിക്ക് വേണ്ട, കയ്യ കിടക്കുന്ന വളയും കഴുത്ത കിടക്കുന്ന മാലയും എനിക്ക് തരാമെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ച അമ്മച്ചിയെ പൊന്നുപോലെ നോക്കാം. പൊടി അവിടുന്ന് ഇളയമോള് ബീനയ്ക്ക് തള്ള അവിടെ നിന്നോളാൻ പറഞ്ഞു. നല്ല ബുദ്ധിയാ ഞാൻ പറയുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി, വൃദ്ധമന്ദിരത്തിൽ കൊണ്ടയാക്കിയിട്ട് മക്കൾക്ക് വേണ്ടി കൊടുക്കാൻ സാധനങ്ങൾ വെച്ച് കാത്തിരിക്കുന്ന അമ്മ. ഈ അമ്മച്ചി, ഞാൻ തമാശ പറയുന്നതാണ് ഇതൊക്കെ എങ്കിലും അമ്മച്ചി ഞാൻ ഇവിടെ കൂട്ടായി. ഈ അടുത്ത നാളിൽ അമ്മച്ചിക്ക് അസുഖം കൂടി. കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിന്റെ ICUവിൽ അമ്മച്ചി അഡ്മിറ്റ് ചെയ്തു. അമ്മച്ചി സിസ്റ്ററിനോട് പറഞ്ഞു, എനിക്ക് അവളെ ഒന്ന് കാണണം. സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഗ്രേസ് നിനക്ക് നേരം കിട്ടുമോ ഇവിടം വരെ വരാം. അമ്മച്ചി മരണത്തോട് അടുക്കുകയാണ്, അതിനു മുമ്പ് വരണം. ഞാൻ പറഞ്ഞു, ഞാൻ വരാം. ഞാൻ ഓടിപ്പോയി. ഞാൻ ആ മുറിയിൽ കയറി. ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചായിരുന്നു മുദ്രപത്രം കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടോന്ന്. സിസ്റ്റർ പറഞ്ഞു വേണ്ടെന്ന്. എന്തായാലും കൊള്ളാം. അമ്മച്ചിയെ കെട്ടിപ്പിടിച്ച് ഞാൻ 1000 ഉമ്മകൾ കൊടുത്തു. മൂക്കി പഞ്ഞി വെച്ച് കിടക്കുമ്പം ആരെങ്കിലുമൊക്കെ വന്ന് ഉമ്മ കൊടുക്കും. വഴിയെ വരുന്നവര് വരെ ഉമ്മ കൊടുത്തെന്ന് വരാം. സ്നേഹത്തോടെ ജീവനോടെ ഇരിക്കുമ്പോ കിട്ടുന്ന ഉമ്മ അതല്ല. അപ്പോഴ് ഞാൻ ഉമ്മയൊക്കെ കൊടുത്ത് കൈയെടുത്ത് എന്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഞാൻ ചോദിച്ചു, ഞാനൊരു കാര്യം പറഞ്ഞാല് സാധിച്ചു തരാവോ? എന്നെ ദയനീയമായി ഒന്ന് നോക്കി. ഞാൻ പറഞ്ഞ, അമ്മച്ചി മരിക്കും. ഈ ലോകത്തിൽ നമ്മൾ ജനിച്ചാൽ ഒരിക്കൽ മരിക്കും. അത് ദൈവനിശ്ചയമാണ്. എപ്പോഴാണെന്ന് അറിയത്തില്ലെന്നേ ഉള്ളൂ. അമ്മച്ചി മരിച്ച് സ്വർഗത്തിൽ പോവും. സ്വർഗ കവാടങ്ങൾ തുറന്ന് തമ്പുരാന്റെ തിരുമുഖം കണ്ട് കേറി 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 പോകുമ്പോഴ് അമ്മച്ചിക്ക് തമ്പുരാനോടൊന്ന് പറയാവോ, ഗ്രേസ് ലാൽ എന്ന്? അവൾ ഇതിലെ നടക്കുന്നത് തമ്പുരാന് വേണ്ടിയാണെന്ന്. എനിക്കും തമ്പുരാനും ഇടയിൽ ഒരു മധ്യസ്ഥ നിൽക്കാൻ പറ്റോ? എന്നെ ഒന്ന് ചിരിച്ചു കാണിച്ചു. ഞാൻ പറഞ്ഞു, അത് മതി, എനിക്ക് ആവശ്യം വരുമ്പോഴൊക്കെ ഞാൻ വിളിക്കും, ഓടി വരണം. അമ്മച്ചി 2 ദിവസം കഴിഞ്ഞാ മരിച്ചത്. എന്തു ഭയങ്കര ശവോടക്കാരെന്നറിയാവോ? ഞാനും കോട്ടയത്ത് നിന്നൊരു പൂച്ചെണ്ടൊക്കെ ആയിട്ടാ പോയത്. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, തായ്ലൻഡിൽ നിന്ന് ഇറക്കുമതി ചെയ്ത പൂക്കൾക്ക് നടുവില്ല പാർട്ടിയുടെ കിടപ്പ്. എൻ്റെ പൂ എന്നാ പൂ പിന്നെ വെക്കണ്ടേ? അതെന്നാ വെച്ചാൽ മക്കളൊക്കെ അമേരിക്കയിലും അയർലൻഡിലും ഓസ്ട്രേലിയയിലും ഒക്കെയാണ്. അവരവിടെ ഇരുന്ന് തന്നെ ഓൺലൈനിലല്ലേ ഏർപ്പാട് ചെയ്തതാ. എന്ന് പറഞ്ഞാലേ ഇപ്പൊ ഈവന്റ് മാനേജ്മെന്റുകാരെ ഏൽപ്പിച്ചാൽ മതിയല്ലോ. അവരെല്ലാം ശരിയാക്കി വെച്ചതാ. പിന്നെ ഞാൻ പൂ വെച്ച അമ്മച്ചി ഒന്ന് നോക്കിയപ്പോ അമ്മച്ചി ഭയങ്കര സുന്ദരിയായിട്ട് കിടക്കുന്നു. അപ്പൊ സിസ്റ്ററോട് ഞാൻ പറഞ്ഞു, ഈ അമ്മച്ചി തന്നെയാണ് ആ അമ്മച്ചി. അപ്പൊ എന്നോട് ചോദിച്ചു, നിനക്ക് എന്നാ പറ്റിയേ? ഞാൻ പറഞ്ഞു, അല്ല എടീ അത് തന്നെയാ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത്ര സുന്ദരിയാ? എന്നാ പറഞ്ഞു, അതേ ഇല്ലേ, ഒരു ബ്യൂട്ടീഷ്യനെ കൊണ്ട് ഒരുക്കി കിടത്തിയതാ. തിരുമേനിക്ക് അറിയാവോന്ന് എനിക്കറിയില്ല. മരിച്ചു കഴിയുമ്പോ കാണിക്കുന്ന പ്രഹസനങ്ങളാ ഇതൊക്കെ. അപ്പൊ ഞാൻ പതുക്കെ സിസ്റ്ററിനോട് പറഞ്ഞു, ആ ബ്യൂട്ടീഷ്യന്റെ നമ്പർ എനിക്കൊന്ന് വേണമായിരുന്നു. അപ്പൊ സിസ്റ്റർ തന്നു. ഞാൻ വീട്ടിൽ കൊണ്ട് എൻ്റെ 2 മരുമക്കളെ ഇരുത്തിയിട്ട് ഈ നമ്പർ കൊടുത്തു. ഞാൻ പറഞ്ഞു, മക്കളെ അമ്മ മരിക്കും. അവർക്ക് 2 പേർക്ക് സന്തോഷം. എന്നോട് ചോദിക്കും എപ്പോഴാണ്? ഞാൻ പറഞ്ഞു, അതെനിക്കറിയില്ല, ഏതായാലും അമ്മ മരിക്കും. അമ്മ മരിക്കുമ്പോ കൊണാന്നൊന്നും കൊണ്ട കിടത്തരുത്. ഈ ബ്യൂട്ടീഷ്യനെ കൊണ്ട് വേണം ഒരുക്കി കിടത്താൻ. അവർ സമ്മതിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാന്നുള്ളതാ. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്നാന്നറിയാവോ? ആർക്കാരോടെ ഇവിടെ സ്നേഹം? മാതാപിതാക്കളോട് മക്കൾക്ക് സ്നേഹമാണെന്നോ? എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മളുടെ മക്കളുടെ മനസ്സാകുന്ന ശ്രീകോവിലില് അവര് നമ്മളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ചെകയണം. ചെലവെഴുതാൻ പഠിച്ച പോരാ, വരവ് വെപ്പിക്കണം. മനസ്സിലാവുന്നുണ്ടോ? കണക്ക് ടാലിയല്ല പല വീടുകളിലും. മാതാപിതാക്കൾ പറയാറുണ്ട്, ആർക്ക് വേണ്ടിയാടി ഞാൻ ഈ കഷ്ടപ്പെടുന്നത്? ഇപ്പൊ എഴുന്നേറ്റുന്ന ആടി, അങ്ങനെ ആടി, ഇങ്ങനെ ആടി. മക്കൾ തിരിച്ചു ചോദിക്കും, തള്ള ആരാണ്ട് പറഞ്ഞായിരുന്നോ നിങ്ങളോട് ഇതൊക്കെ? അതെ, വരവും ചെലവും കൂടെ ഇവിടെ ടാലിയാകുന്നില്ല. അതുകൊണ്ട് ഒരു കുട്ടിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണ്. 1 പാരമ്പര്യം, 2 സാഹചര്യം, 3 മാതൃകകൾ.
പാരമ്പര്യം എന്ന് പറയുന്നത് ജന്മം കൊണ്ട് അപ്പന്റെ അമ്മയുടെ കൈകളിലൂടെ മക്കളിൽ വന്നു പെടുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാര വിചാരങ്ങൾ പോലും ആ കുട്ടിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നു എന്ന് മനഃശാസ്ത്രം പറയുന്നു. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാരം കാമമാണെങ്കിൽ ആ കുഞ്ഞ് ധാർമ്മികമായി അധപ്പതിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് മനഃശാസ്ത്രം പറയുന്നു. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാരം വിദ്വേഷമോ വെറുപ്പോ ആണെങ്കിൽ ആ കുഞ്ഞ് ഒരു കുറ്റവാളിയോ ദുർമാർഗിയോ ആവാനുള്ള സാധ്യതകളേറെയാണത്രേ. പിടികിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാരം സ്നേഹമാണെങ്കിൽ ആ കുഞ്ഞ് നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് മനഃശാസ്ത്രം പറയുന്നു. സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒന്നുണ്ട്. ഞാൻ ജനിച്ചത് എന്റെ മാതാപിതാക്കളുടെ വളരെയേറെ നാളത്തെ പ്രാർത്ഥനയുടെയും ധ്യാനത്തിന്റെയും ഫലമായിട്ടാണ്. തുടർന്ന് വീണ്ടും അദ്ദേഹം എഴുതുന്നു, ഞാൻ പിറന്നു വീണത് എന്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലാണ്. ജന്മം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കുട്ടി ജനിക്കുമ്പോൾ 23 ക്രോമസോമുകൾ അച്ഛൻ്റെതും 23 അമ്മയുടേതുമാണ്. മുടക്കു മുതൽ രണ്ടുപേർക്കും തുല്യാണ്. അച്ഛനും മുടക്കി 23, അമ്മയും മുടക്കി 23. കൊച്ചു മിടുക്കനാണെങ്കിൽ ഇവരെന്നാ പറയുന്നത്? എന്റെ മോന എന്റെ മോനാന്ന് പറയും. മോശമാണെങ്കിലോ തള്ള ഒറ്റ കുഴപ്പാന്ന് പറയും. നീ അത് സമ്മതിക്കണ്ട കേട്ടോ. 23ന്റെ ഉത്തരവാദിത്വം ഒന്നു മനുഷ്യനെ നിങ്ങൾ അത്ര ഏറ്റെടുത്താൽ മതി. വേറെ വല്ല കുഴപ്പമുണ്ട് എന്നോടൊന്ന് വിളിച്ചാൽ മതി. അതിൽ ഒരു ക്രോമസോം എന്ന് പറയുന്നത് 10,000 ജീനാണ്. ഒരു കുഞ്ഞിന്റെ നിറം നിർണ്ണയിക്കുന്നത്, പൊക്കം നിർണ്ണയിക്കുന്നത്, സൗന്ദര്യം നിർണ്ണയിക്കുന്നത്, ബുദ്ധി നിർണ്ണയിക്കുന്ന ജീൻ എന്ന ഘടകമാണ്. അത് ഒരു ക്രോമസോമിൽ 10,000-ലധികം ഉണ്ട്. 46 ക്രോമസോമുകൾ വരുമ്പോൾ 5.5 ലക്ഷം ജീനുകളാണ്. 5.5 ലക്ഷം ജീൻ എന്ന് പറയുന്ന അപ്പന്റെ അമ്മയുടെ മാത്രമല്ല, വല്യപ്പന്റെ വല്യമ്മയുടെ കാർന്നോന്മാരുടെയോ 100 വർഷം പിറകിൽ ജീവിച്ചിരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പ്രത്യേകത നമ്മുടെ കുട്ടിക്ക് കയറി വരും. 5 തലമുറയാ പറയുന്നത്, 100 years ബാക്ക്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ വരുമ്പോ ചിലപ്പോ ഇപ്പൊ എന്നെ കണ്ടാൽ 5 തലമുറ പിറകെ ജീവിച്ചിരുന്ന ഒരു വല്യമ്മയെ പോലെ തന്നെയാകും. അവർ 75 ക്ലോസ് ആയെങ്കിൽ എനിക്ക് ഇനി 2 വർഷം കൂടെ ഉള്ളൂ. പക്ഷെ അവര് 90 അതെനിക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞത്, പാരമ്പര്യം മാറ്റാൻ പറ്റില്ല. പിള്ളേർക്ക് വല്ലതും മനസ്സിലായോ? അതിനാണ് ഈ വഴി കിടക്കുന്നതിനെ ഇൻസ്റ്റായി കണ്ടതിനെ എപ്പി കണ്ടതിനെയും കൊണ്ടുവരരുത്. പാരമ്പര്യമുള്ള കുടുംബത്തിൽ വീട്ടുകാർ പോയി തപ്പിക്കൊണ്ട് വരുന്നു. അതിനായി പറഞ്ഞു കൊടുക്കുന്നത്. രണ്ടാമത്തെ സാഹചര്യങ്ങൾ. ഞാൻ സൈക്കോളജി പഠിച്ചപ്പോഴ് സായിപ്പിന്റെ പുസ്തകം സായിപ്പ് എഴുതി വെച്ചു, നല്ല അച്ഛനും അമ്മയ്ക്കും നല്ല പിള്ളേരുണ്ടാവും. അതിന്റെ അടിയിൽ സായിപ്പ് എഴുതി, പിഴച്ച തന്തയ്ക്കും തള്ളയ്ക്കും പിഴച്ച പിള്ളേരുണ്ടാവും. കഴിഞ്ഞ 47 years കൗൺസിലിംഗ് ഒരു റിസർച്ചായി ഞാൻ എടുത്തു. ഞാൻ കണ്ടുപിടിച്ചു, നല്ല 1 തരം അപ്പനും അമ്മയ്ക്കും പിഴച്ച പിള്ളേർ. കള്ളു കുടിക്കാത്ത അപ്പന് ബാറിൽ നിന്ന് ഇറങ്ങാത്ത മോൻ. കണ്ടിട്ടുണ്ടോ? തിരിച്ചും യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ കുടുംബം നശിപ്പിച്ച ചില മാതാപിതാക്കൾക്ക് എല്ലാ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുത്ത് കുടുംബം രക്ഷപ്പെടുത്തിയ പിള്ളേരെ ഞാൻ കണ്ടു. ഇന്നലെ രാത്രി എനിക്കൊരു ഓൺലൈൻ കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. തിരുമേനിയുടെ ഡൽഹിയിലുള്ള ഒരു പയ്യൻ, കുട്ടനാട്ടുകാരനാ, ഡൽഹിയിൽ വർക്ക് ചെയ്യുക, IAS പഠിക്കാൻ പോയതാ. പക്ഷേ അവനിവിടെ മദ്ബഹായിൽ കയറിക്കൊണ്ടിരുന്നതാ. അവന് ജീസസ് യൂത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. നല്ലൊരു പയ്യനായിരുന്നു. ഇപ്പൊ അവൻ നിരീശ്വരവാദികളുടെ നേതാവാണ്. നിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ ചെറിയ തോതിലൊന്നും അല്ല. കല്യാണം കഴിച്ച് 3 പിള്ളേരൊക്കെ ആയി. ഭയങ്കര അപ്പനെ അമ്മയും പോലും കാണരുത്. അപ്പൊ ഞാൻ ഇവനോട് സംസാരിച്ചു വന്നപ്പോ ഇവൻ എന്നോട് പറയാം, ഒന്നാതെ ഫേസ് ടു ഫേസ് അല്ല, ഓൺലൈനാ. അപ്പൊ നമുക്ക് വലിയ പാടാ സംസാരിക്കാൻ. അപ്പൊ അവൻ എന്നോട് പറയുകയാണ്, അതെ, ഇവിടെ ബുദ്ധിയും ബോധമുള്ളവരും മുഴുവൻ നിരീശ്വരവാദികളാണ്. മാഡത്തിന് അറിയാൻ മേലാഞ്ഞേട്ടാ. പെട്ടെന്ന് ഇവന് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഇവനൊരു കൗണ്ടർ കൊടുക്കണ്ടേന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, എടാ നീ അറിഞ്ഞായിരുന്നോ ഈയിടെ ചന്ദ്രനെ കുറച്ച് പേര് പോയത്? എന്താ ആർട്ടമിസ് എന്ന് പറയുന്ന ഒരു സംഭവം പോയില്ലേ? ആ ശാസ്ത്രജ്ഞൻ അവിടെ ചെന്ന് ആദ്യമേ പറഞ്ഞത് ദൈവത്തിന്റെ അടുത്തെത്തി എന്നാ പറഞ്ഞത്. ബൈബിളാണ് കൊണ്ടുപോയത്. ബൈബിൾ വചനമാണ് അയാൾ ആദ്യമേ പറഞ്ഞത്. അയാൾ തിരിച്ച് ഭൂമിയിൽ ഇറങ്ങി കുരിശ് കണ്ടപ്പോ പൊട്ടി പൊട്ടി കരഞ്ഞു എന്ന് ഞാനൊരു റിപ്പോർട്ട് വായിച്ചു. അത് വൺ ഓഫ് ദ ബെസ്റ്റ് ശാസ്ത്രജ്ഞനാണ്. എടാ നീ ഇത്രല്ലേ പഠിച്ചിട്ടുള്ളൂ, ഒരു M.Tech അല്ലേ നിന്റെ കയ്യിലുള്ളൂ. അന്നേരം എന്നോട് പറഞ്ഞു, മാഡത്തിന് അറിയാൻ മേലഞ്ഞിട്ടാ,
നിരീശ്വരവാദത്തെ കുറിച്ച് അവൻ എൻ്റെ അടുത്ത് ഘോരഘോരം പറയുക. ഒന്നല്ല എൻ്റെ മുന്നിൽ ഞാൻ കേൾക്കുന്ന ആണും പെണ്ണും പാടാണ് ചിലരോട് വർത്താനം പറയാൻ. ഞാൻ ബ്ലസ്ഡ് വാട്ടറൊക്കെ എടുത്ത് കുരിശുമൊക്കെ പിടിച്ച് എല്ലാമാണ് ഇവരുടെ എടുത്തിരിക്കുന്നത്. ഈ ചെകുത്താൻ എൻ്റെ തലയെ ചാടി കയറാതിരിക്കണ്ടേ. വേറൊരു ചെറുക്കൻ, അവന് 30,000 രൂപയെ ശമ്പളം ഉള്ളൂ. പക്ഷെ സാത്താൻ സേവക്കാർക്ക് വേണ്ടി അവൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവന് 1,00,000 രൂപ അവര് കൊടുക്കുന്നുണ്ട്. വീട്ടുകാരറിയുന്നില്ല. ഇവിടെ ഒരു ചെറുക്കൻ, അവൻ കല്യാണം കഴിച്ചത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ്. മദ്രാസിൽ വർക്ക് ചെയ്യുക. 3 ബെഡ്റൂമുള്ള ഒരു വീടൊക്കെ എടുത്ത് മാതാപിതാക്കളെ താമസിപ്പിച്ച. പക്ഷേ ഒരു മുറിയിൽ കയറരുതെന്ന് അവളോട് പറഞ്ഞു. അപ്പൊ അവള് ഒന്നാതെ ഒരു മുറി അവരുടെ ബെഡ്റൂം, ഒരു മുറി വേറെ ഉണ്ട്. അപ്പൊ നീ കയറേണ്ട, അതെന്റെ ഓഫീസ് സാധനങ്ങളാണ്. ആദ്യം ഇവള് വിശ്വസിച്ചു. പക്ഷെ ഇവൻ ഇതിനകത്ത് രാത്രി 2 മണി വരെ ഇരിക്കുകയാണ്. എന്താണെന്നറിയും, പെണ്ണുങ്ങൾക്ക് ഒരു കാര്യമുണ്ട്, ഒളിഞ്ഞു നോക്കുന്ന സ്വഭാവമുണ്ട് ഞങ്ങൾക്ക്. ഇല്ലേ? നമുക്ക് എന്നേലും അറിയണമെന്ന് തോന്നി നമ്മൾ എങ്ങനെയും അറിയല്ലേ. പിന്നെ അയലൊക്കത്തെ വീട്ടിലെ കാണാൻ നമ്മൾ ഈ മതിലിന്റെ ഇവിടെ ഇങ്ങനെ നോക്കത്തില്ലേ? എന്ന് പറഞ്ഞ പോലെ ഇവള് ഏതാണ്ട് സ്റ്റൂളൊക്കെ ഇട്ട് ഒളിഞ്ഞു നോക്കിയപ്പോ എന്നാന്നറിയാവോ, 2-3 നെല്ലും കഷ്ണം, കുറെ ഭസ്മം, കാവി മുണ്ട, കാവി തലക്കെട്ട് ഭും വെച്ചോണ്ടിരിക്കുക. പെണ്ണിന് പേടിയായി. ഉടനെ അവള് വീട്ടിലേക്ക് വിളിച്ച്, പപ്പ മമ്മി ഓൺലൈനിൽ ഞാൻ ടിക്കറ്റ് എടുക്കുകയാണ്, വെളുപ്പിനെ ഉള്ള ഫ്ലൈറ്റിന് നിങ്ങൾ വരണം, എന്നെ രക്ഷപ്പെടുത്തണം, ഇവിടുന്ന് എനിക്ക് പേടിയാവുന്നു. എത്ര എണ്ണം വേണേലും ഞാൻ പറയാം. എന്തേ നമ്മുടെ പിള്ളേര് ദൈവത്തിൽ നിന്ന് ഇതുപോലെ അകലുന്നു? നമ്മൾ പ്രാർത്ഥിക്കാഞ്ഞിട്ടൊന്നുമല്ല, ഇവരുടെ അപ്പനും അമ്മയും നല്ലായി പ്രാർത്ഥിക്കുന്നവരാ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? സാഹചര്യങ്ങൾ, ഇന്നത്തെ സാഹചര്യങ്ങൾ. അവര് നെറ്റിൽ കാണുന്നതെല്ലാം വിശ്വസിക്കുന്നു, അതെല്ലാം സത്യമാണെന്ന്. ഇപ്പൊ നമ്മൾ എന്നാ പറഞ്ഞാലും അവർ നെറ്റിൽ പോയി സെർച്ച് ചെയ്തേച്ച് പറയും ഇത് അങ്ങനല്ലെന്ന് പറയും. അതാണ് കഥ. 3-മത്തത് മാതൃകകൾ എന്ന് പറയും. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ മക്കൾക്ക് റോൾ മോഡൽസ് ആകാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഒരു കുടുംബത്തിന്റെ അനുഗ്രഹമാണ് ഒരപ്പൻ. ഒരു കുടുംബത്തിന്റെ അനുഗ്രഹമാണ് ഒരപ്പൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ മനുഷ്യന്റെയും മനസ്സിലെ നന്മയുടെ നിറവാണ് അമ്മ. ഏറ്റവും വലിയ ചാലകശക്തിയാണ് അമ്മ. നമ്മുടെ മക്കൾക്ക് നമ്മളെ കണ്ടു പഠിക്കാൻ എന്തെങ്കിലും വേണം. ഈ ലോകത്തിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തി എൻ്റെ അപ്പനാണ്. എൻ്റെ അപ്പൻ 4-ാം ക്ലാസ് മുതൽ സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്ക് എന്നെ കൊണ്ടു നടന്ന മനുഷ്യനാണ്. എവിടെ മത്സരത്തിന് ഞാൻ സ്റ്റേജിൽ പ്രസംഗിക്കാൻ കയറി നിൽക്കുമ്പോഴും ഓഡിയൻസിനിടയിൽ എൻ്റെ അപ്പനുണ്ടെങ്കിൽ ഞാൻ ജയിക്കുമെന്ന് എനിക്കറിയാം. കാരണം ഞാൻ മറക്കത്തില്ല, അപ്പന്റെ ചുണ്ടുകൾ അനങ്ങിക്കൊണ്ടിരിക്കും. അടുത്തത് എന്നാന്ന് അപ്പന്റെ ചുണ്ടി നോക്കുമ്പോ എനിക്കറിയാം പറയാൻ. ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനായി ഇലക്ഷന് നിന്നപ്പോൾ എന്റെ കോളേജിന്റെ മതിലുകൾ മുഴുവൻ എന്റെ ഫോട്ടോ പതിച്ച പോസ്റ്റർ ഒട്ടിക്കാൻ രാത്രി മുഴുവൻ ഉറക്കളച്ച് നടന്ന ഒരപ്പന്റെ മോളാ ഞാൻ. അതെ, ഞാൻ എന്തായിരിക്കുന്നോ അത് എൻ്റെ അപ്പനോട് ഞാൻ കടപ്പെട്ടിരിക്കുക. വേറെ ആരും എന്നെ അത്രയധികം സ്വാധീനിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ 2 ആൺമക്കളും അവരുടെ അപ്പനെ പോലെ. ശരിക്കും തന്തയ്ക്ക് പറഞ്ഞ പിള്ളേരെന്ന് പറയത്തില്ലേ, അവർ 2 സ്റ്റേജിൽ കയറത്തില്ല. കാരണം എൻ്റെ കെട്ടിയും കയറത്തില്ല. സംഭവം മനസ്സിലായില്ലേ? എൻ്റെ ഹസ്ബൻഡ് ഒരു ബിസിനസ്സുകാരനാണ്. മൂത്ത മകന് അപ്പൻ്റെ കൂട്ടത്തിൽ ബിസിനസ്സാണ്, 2ാമത്തെ ആളും വേറെ തരത്തിൽ ബിസിനസ്സാ. പക്ഷെ ഇവർ 2 പേരും കയറാറില്ല. പക്ഷേ എൻ്റെ മൂത്ത മകൻ്റെ 2 കുട്ടികള് എന്നെക്കാളും നന്നായി പ്രസംഗിക്കും, എന്നെക്കാളും നന്നായി എഴുതും. അതിലൊരാൾ 3 പുസ്തകം എഴുതി കഴിഞ്ഞു. അവളുടെ പ്രായത്തിൽ ഞാൻ എഴുതിയിട്ടില്ല. ഇപ്പൊ ഞാൻ എഴുതി. പക്ഷെ അവളുടെ പ്രായത്തിൽ, അവൾക്കിപ്പോ 20 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ, 3 പുസ്തകം എഴുതി, പ്രസിദ്ധീകരിക്കാൻ പറ്റുന്ന പുസ്തകം. അവൾ എന്നെക്കാളും നന്നായി കോമ്പയർ ചെയ്യും, എന്നെക്കാളും നന്നായി ക്ലാസ് എടുക്കും. 2ാമത്തെ ആള് എന്നെക്കാളും നന്നായി എല്ലാ കാര്യങ്ങളും ചെയ്യും. അവൾ എന്നെ പോലെ സൈക്കോളജിസ്റ്റ് ആകാൻ വേണ്ടി പഠിക്കാൻ പോവുകയാണ്. അപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, എൻ്റെ മക്കളിലല്ല അത് ദൈവം തന്നത്, മകന്റെ മക്കളില്ല. അവരെന്റെ റൂം നിറയെ എഴുതി വെച്ചിട്ടുണ്ട്, യു ആർ ദ ബെസ്റ്റ് ഗ്രാൻഡ് മാ ഇൻ ദ വേൾഡ്. എനിക്ക് ലോകത്തിൽ കുറെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് പലയിടത്തും. പക്ഷെ ഏറ്റവും നല്ല അവാർഡ് അതാണ്.
എൻ്റെ കെട്ടിയവന് പെയിന്റ് ചെയ്യണമെന്നും പറഞ്ഞ് തുടങ്ങിയിരിക്കുക. കുശുമ്പ, വൃത്തികേടാ. കാരണം പുള്ളിയുടെ പേരില്ല. പുള്ളിയുടെ പേര് ഇച്ചിരി പാടുപെടും. ഞാൻ പറഞ്ഞു കാലുമേ ചവിടി ഇരുന്നാലൊന്നും ഇത് നടക്കുകയല്ലെന്ന് പറഞ്ഞു. കുറച്ച് കഷ്ടപ്പാടാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നറിയോ, തലമുറകളെ രൂപപ്പെടുത്തി എടുക്കുക എന്ന് പറയുന്ന പ്രക്രിയയാണ് കുടുംബം നിർവഹിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മക്കളിൽ അല്ലെങ്കിൽ അതിന്റെ മക്കളിൽ, അല്ല അതിന്റെ മക്കളിൽ എവിടെങ്കിലും കൊടുത്താൽ കിട്ടും, ഉറപ്പാണ്. അതുകൊണ്ട് തലമുറകളെ അവശേഷിപ്പിച്ചിട്ട് പോകുമ്പോൾ നമുക്ക് അഭിമാനത്തോടെ ഇവിടുന്ന് പോകാൻ പറ്റണം. ഇപ്പൊ ബേസിലച്ഛന് സ്വാഗതം പറഞ്ഞപ്പോ പറഞ്ഞു, 60 വർഷങ്ങൾക്ക് മുമ്പ് പിടിയേരി പിരിച്ചും കഷ്ടപ്പെട്ടും നമ്മുടെ പൂർവികര് നടത്തിയ ഒരു സ്വപ്നത്തിന്റെ താഴ്വരയിലാണ് നമ്മൾ ഇരിക്കുന്നതെന്ന്. അതെ, തീർച്ചയായിട്ടും നിങ്ങൾ ഓർക്കണം, നെക്സ്റ്റ് 60 years കഴിയുമ്പോൾ ഇവിടെ ആരാണുള്ളത്? ഇവിടെ എങ്ങനാവും പെരുന്നാളുകൾ, നമ്മുടെ ആഘോഷങ്ങൾ? അതെ പ്രിയപ്പെട്ടവരെ, ബംഗാളികളെ കൊണ്ട് നടത്തേണ്ട ഒരു സ്ഥിതി പലയിടത്തും ഇപ്പോൾ ഉണ്ട്. ഈയിടെ ഒരു പള്ളിയിൽ ബംഗാളിയാണ് ഇതെല്ലാം എടുത്തത്, കൊടയും എല്ലാം. നമ്മൾ അവരെ വിളിച്ച് ചെയ്യിക്കണം, നമ്മുടെ പള്ളിയിൽ ഇല്ല ആരും എടുക്കാൻ. ആ അവസ്ഥയിലേക്ക് നമ്മൾ പോവുക. അതുകൊണ്ട് സമയം ഏതാണ്ട് 1 മണിക്കൂറാണ് പറഞ്ഞത്. ഇപ്പം 15 മിനിറ്റ് ഞാൻ അധിക പ്രസംഗം പറഞ്ഞിട്ടുണ്ട്. വേണ്ടാത്തത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേരെ. ഓക്കെ, സമയം നിങ്ങൾ മടുത്തോ? ഇല്ലല്ലേ? നല്ല മനുഷ്യര്. അതുകൊണ്ട് നമുക്ക് ഒരാത്മപരിശോധന എന്ന് ഞാൻ പറയുന്നു. ഏതെങ്കിലും വീട്ടിൽ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ ഞാൻ ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്. ഏതെങ്കിലും വീട്ടിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒരു മുറിയിലല്ല ഉറങ്ങുന്നതെങ്കിൽ, ഏതെങ്കിലും വീട്ടിൽ മാതാപിതാക്കളും മക്കളും ഒരുമിച്ചിരുന്ന് ഒരു നേരമെങ്കിലും ആഹാരം കഴിക്കുന്നില്ലെങ്കിൽ, ഏതെങ്കിലും വീട്ടിൽ കുടുംബ പ്രാർത്ഥനയില്ലെങ്കിൽ, ആ വീട്ടിൽ പ്രശ്നം ഉറപ്പാണ്. പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കണം. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ, ഒരുമിച്ച് ഭക്ഷിക്കാൻ, ഒരുമിച്ച് ഉറങ്ങാൻ, ഒരുമിച്ച് സംസാരിക്കാൻ സമയം കണ്ടെത്തണം. കാരണം ഈ മൊബൈലും മറ്റേതും വന്ന് നമ്മുടെ എല്ലാം ആ ഒരു ശ്രദ്ധ മാറി. ഇതൊന്നും വേണ്ടെന്നൊന്നും പറയില്ല, മൊബൈൽ നല്ലതാണ്. ഞാൻ ഈ അച്ഛൻ ഒറ്റ വിളിയെ എന്നെ വിളിച്ചിട്ടുള്ളൂ. സാധാരണ അച്ഛന്മാർക്ക് ഒരു സ്വഭാവം ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക. ഗ്രേസ്ലാലാൻഡി ഓർമ്മയുണ്ടോ? ഞാൻ ബേസിലച്ഛനാണേ, ഓർത്തവണേ. ഈ അച്ഛൻ പറഞ്ഞിട്ടില്ല, ഒറ്റ വിളി. ഇല്ല അച്ഛാ, ഒറ്റ വിളിക്കാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. അത് ഞാൻ എന്റെ ഫോണിനെ വിശ്വസിച്ചിറങ്ങിയതാ രാവിലെ. അതേലൊരു ഗൂഗിൾ മാപ്പ് ഇട്ട് തന്നു ഇന്നലെ. ആ ഒറ്റ മാപ്പ് വെച്ച് ഒരൊറ്റ പോക്കാ പോകുന്നത്. ഇടയ്ക്ക് എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ദൈവമേ ഈ പെണ്ണെ എവിടാ കൊണ്ടുപോകുന്നോന്ന്. ഏതായാലും വന്നിങ്ങ. അപ്പൊ ഫോൺ മോശമാന്ന് ഞാൻ പറയില്ല. ഞാൻ ഈ ലോകം മുഴുവൻ യാത്ര ചെയ്യുന്നയാളാ, ആരെയും കണ്ടോണ്ടൊന്നുമല്ല പോകുന്നത്. അതെ, അടുത്ത ആഴ്ച എനിക്ക് നെയ്യാറ്റിങ്കര ഒരു പള്ളിയിൽ 3 ദിവസത്തെ ഒരു പരിപാടിയാണ്. എനിക്കറിയില്ല പള്ളി എവിടെയാണെന്നൊന്നും. ഈ ഗൂഗിൾ മാപ്പ് ഇട്ടാ ഞാൻ പോകുന്നത്. അതിന് മസ്കറ്റിലെ ഓർത്തഡോക്സ് പള്ളിയിൽ എനിക്ക് അടുത്ത 15, 16, 14, 15 പരിപാടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞതെന്നു വെച്ചാല്, ആരെയും കണ്ടിട്ടില്ല, മൊബൈലിൽ വന്ന ഫോട്ടോയെയും അതിനെയൊക്കെ വിശ്വസിച്ച് ലോകം മുഴുവൻ പോകുന്നയാളാ ഞാൻ. ഇത് മോശമെന്ന് ഞാൻ പറയില്ല. പറഞ്ഞ മനസ്സിലായോ? ഒരു സാധനം പേന എഴുതാനുള്ളതാ, അത് കുത്താൻ ഉപയോഗിച്ചാൽ അത് അഴുക്കാം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ഫോൺ നല്ലതാണ്, പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് അത് ഉപയോഗിച്ചാൽ ചിലപ്പോൾ അത് മോശമാവും. റീൽസ് എന്റെ അമ്മോ, ഈ പിള്ളേരൊക്കെ ഇതിന് അടിമകളായിട്ട് മാറുകയാണ്. വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് കാണാം, ആവശ്യമുള്ള സമയം ഉപയോഗിക്കാം. എല്ലാത്തിനും നോന്ന് ഞാൻ പറയാറില്ല. പക്ഷേ ഇത് നിങ്ങളെ കീഴടക്കരുത്, നിങ്ങൾ അതിനെ കീഴടക്കണം. പറഞ്ഞ മനസ്സിലായോ? നിങ്ങളെ അത് കീഴടക്കരുത്. അതിനകത്ത് പറയുന്നതെല്ലാം വെച്ചിട്ട് ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തവന്റെ കൂടെ പോവുക, ഇറങ്ങിപ്പോവുക, കണ്ടിട്ടില്ലാത്തവരെ വിശ്വസിക്കുക. വീട്ടിലെ അപ്പന് മനസ്സിലാകത്തില്ല, അമ്മയ്ക്ക് മനസ്സിലാകത്തില്ല, പിന്നെ ഇൻസ്റ്റായി കണ്ടവനാ എല്ലാം മനസ്സിലാകും. എന്തൊരു വിശ്വാസം അത്, അല്ലേ? തമ്പുരാനി പോലും ഇത്ര വിശ്വാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മക്കളെ വളർത്തുമ്പോൾ ദൈവവിശ്വാസത്തിൽ വളർത്തുക. യെസ് എന്ന് പറയേണ്ടടുത്ത് യെസ് എന്ന് പറയാനും നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയാനും അവരെ പ്രാപ്തരാക്കുക. ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും അവർ ദൈവ മക്കളായി ജീവിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ.
ഞാനിതെല്ലാം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നല്ല പിള്ളേരായി വളരുക. മാതാപിതാക്കള് അനുഗ്രഹിക്കപ്പെടട്ടെ, കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, അങ്ങനെ ഈ പ്രദേശം, ഈ ഇടവക അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിർത്തിക്കോട്ടെ. എല്ലാവിധ ആശംസകളും നന്മകളും ഞാൻ നേരുകയാണ്. തിരുമേനിക്ക് ഇത്രയും നേരം എൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഇവിടെ ഇരുന്നതിന് എനിക്ക് കിട്ടിയ ഒരു അംഗീകാരമായി ഞാനതിനെ കരുതുകയാണ്. തീർച്ചയായും തിരുമേനിയോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ബേസിലച്ഛനോട് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. ഞാൻ ഇന്നലെ വാട്സാപ്പിൽ അച്ഛൻ്റെ ഫോട്ടോ ഒന്ന് നോക്കി. ഇതാണ് അച്ഛൻ എന്ന് മനസ്സിൽ കോറിയിട്ട് ഇറങ്ങിയതാണ്. എനിക്കറിയില്ല, ഞങ്ങൾ തമ്മിൽ ആദ്യം കാണുകയാണ്. എന്നാലും എന്നെ വിളിച്ചതിന്, നിങ്ങളോട് സംസാരിക്കാനായി എന്നെ അനുവദിച്ചതിന്, എവിടുന്നോ എൻ്റെ നമ്പർ കണ്ടെത്തിയതിന് ഞാൻ അച്ഛനോടും നന്ദി പറയുകയാണ്. ഈ ഇടവകയിലെ ട്രസ്റ്റിയോട്, സെക്രട്ടറിയോട്, ഭാരവാഹികളോട്, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളോടും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരെയും ദൈവത്തിനു മുമ്പിൽ ആ കുരിശിൻ ചുവട്ടിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം അവിടുന്ന് നിങ്ങളുടെ മേൽ ചൊരിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ആവലാതികൾ, നിങ്ങളുടെ നൊമ്പരങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ, രോഗങ്ങൾ, കടബാധ്യതകൾ, മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ എല്ലാം അവിടുത്തെ തിരുമുമ്പിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം നിങ്ങൾക്ക് ശക്തി തരട്ടെ, ദൈവം നിങ്ങൾക്ക് ആശ്വാസം തരട്ടെ, ദൈവം നിങ്ങൾക്ക് സമാധാനം തരട്ടെ, അവിടുന്ന് നിങ്ങളെ സന്തോഷം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഓർക്കണേ എന്ന് പ്രാർത്ഥന യാചിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. ദൈവനാമം മഹത്വപ്പെടട്ടെ.